കഴിഞ്ഞ നമ്മളിപ്പോൾ കോഴ്സ് തുടങ്ങിയിട്ട് ഒരാഴ്ചയാവുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ക്ലാസ്സുകൾ നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ തന്നെ ശബ്ദത്തിൻ്റെ പ്രശ്നമാണ്. തനുജ ടീച്ചർ കവിതയുമായി ബന്ധപ്പെട്ട സെഷൻ പോലെ ശബ്ദം ശരിയായിട്ടില്ല. ഈ ആഴ്ച പക്ഷേ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് ക്ലാസ് മാറ്റേണ്ടി വരും. നാളെ വിമർശനവുമായി ബന്ധപ്പെട്ട ക്ലാസ് പ്രമോദ് മാഷിൻ്റെ ക്ലാസ് ഉണ്ടാവും. വ്യാഴാഴ്ച അതുപോലെ പുതിയ സാഹിത്യ സമീപനങ്ങളെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ മോഡ്യൂളുമായി ബന്ധപ്പെട്ട ക്ലാസ് ജനുവരി എടുത്ത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന അത് ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് നമുക്ക് 3 മാസം കൊണ്ട് മൊത്തം യൂണിറ്റുകൾ 60 യൂണിറ്റുകൾ തീർക്കുക. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത സമയത്ത്, ഇന്ന് റിവ്യൂ സെഷൻ തന്നെയാണ്, റിവ്യൂ ചെയ്ത സമയത്ത് പലർക്കും അതിന്റെ എല്ലാ ഏരിയയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് 600 ചോദ്യങ്ങളാണ് ഈ ഒരാഴ്ച നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. 600 ചോദ്യങ്ങൾ MCQ ചോദ്യങ്ങളുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി. 600 ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുക എന്നുള്ള നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ മോഡ്യൂളുകളും നമ്മൾ കണ്ടന്റ് ഉണ്ടെന്നറിയാം എങ്കിൽ കൂടി നമുക്കൊരു 5 മണിക്കൂറെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് പോവുക. ഈ ആഴ്ച ഒരു അല്പം അതിൻ്റെ ഒരു വോള്യൂം കുറവാണ്, കണ്ടന്റ് വൈസ് വോള്യൂം കുറവാണ്. വലിയ ഏരിയ വരുന്ന മോഡ്യൂളുകൾ താരതമ്യേന കുറവായതുകൊണ്ട് ഈ ആഴ്ച റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അടുത്ത ആഴ്ച കൂടുതലായിട്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് മധ്യകാല മണിപ്രവാളം പോലുള്ള കാര്യങ്ങൾ, സാഹിത്യ സിദ്ധാന്തങ്ങൾ തന്നെ, രസം തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട ചില മേഖലകൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും കുറച്ചുകൂടെ വലിയ കണ്ടന്റ് വരുന്നതാണ് അടുത്ത ആഴ്ച. അപ്പൊ ഈ ആഴ്ചയോടുകൂടി തന്നെ നമുക്ക് ബാക്ക്ലോഗ് വരാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്ര ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ച തീരാത്ത കാര്യങ്ങൾ ഈ ആഴ്ച മേക്കപ്പ് ചെയ്യുക. നമുക്ക് ഒരാഴ്ച ഇതുപോലെ ഒരു 10-600 ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്താൽ മാത്രമേ നമുക്കൊരു കംഫർട്ടബിൾ ആയ സോണിലേക്ക് എത്താൻ പറ്റൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ച് കാണും, ഈ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട വളരെ അതിന്റെ കോർ എന്ന് പറയാവുന്ന കോർ ഏരിയാസ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കോർ പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് 3 മാസം കൊണ്ട് ആ 4 പോയിന്റ്സ് മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡീഷണൽ ആയ കാര്യങ്ങൾ അതിനുശേഷം ഇതിനിടയിലായിട്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. അത് അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാനുള്ള രീതിയിലാണ്. കാരണം എക്സാമിനേഷൻ എങ്ങാനും 3 മാസത്തിനകം കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയവർക്ക് അറിയാം, കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഏരിയയും കവർ ചെയ്യുക. കറക്റ്റ് അതുകൊണ്ട് തന്നെയാണ് ടൈം ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത്. ആ ടൈം ഷെഡ്യൂൾ വെച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങളും അതേ രീതിയിൽ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തോളൂ. പക്ഷെ എന്തെങ്കിലും ഷെഡ്യൂളിനകത്ത് തന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് 5 യൂണിറ്റുകളിലെ നമ്മൾ ആൾറെഡി നോക്കിക്കഴിഞ്ഞു എന്നാണ്, നിങ്ങളെല്ലാവരും നോക്കിക്കഴിഞ്ഞു എന്ന ധാരണയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പൊതുവായിട്ടൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുപോലെ റിവ്യൂ ടെസ്റ്റ് ശനിയാഴ്ചകളിലിടും. കഴിഞ്ഞ തവണ നമ്മൾ റിവ്യൂ ടെസ്റ്റ് മാത്രമായിട്ട് നമ്മൾ വേറെ ഇട്ടിരുന്നില്ല, കാരണം പലരും നോക്കി എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരാഴ്ചയും ശനിയാഴ്ചയിൽ റിവ്യൂ ടെസ്റ്റും ഞായറാഴ്ച ഒരു മോക്ക് ടെസ്റ്റ് ഇടാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് തൽക്കാലം നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് OMR ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാം. OMR എഴുതിയിട്ട് അവിടെ ഒരു ശീലം ഉണ്ടാവുന്നത് നല്ലതാവും എന്നാണ് തോന്നുന്നത്. അപ്പൊ ആ രീതി കൂടെ നിങ്ങളൊന്ന് പരിചയിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മോഡ്യൂളുകളെ ഒന്ന് ഓടിച്ചൊന്ന് ചില ചോദ്യങ്ങളിലൂടെ തന്നെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ചില ചോദ്യങ്ങളിലൂടെ ആ മോഡ്യൂൾ ഒന്ന് കവർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിനകത്തൊരു പ്രശ്നമുണ്ടായിരുന്നു, മറന്നുപോയിരുന്നു. തവണ സംഭവിക്കാതെ ഇരിക്കാനുള്ളൊരു കാര്യം കൂടെ നോക്കാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ പറയണം. സ്ക്രീൻ വിസിബിൾ ആണെന്ന് തോന്നുന്നു. കാണാം. അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരുണ്ടിട്ടാണോ കാണുന്നത്? അതെ അതെ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ കളർ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണ്. കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ശ്രദ്ധിച്ചത്.
വിഷയമല്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലെ? കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ 5 മോഡ്യൂളുകളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഇതിനകത്ത് ഒന്നാമത്തത് നമുക്കറിയാവുന്ന പ്രാചീന കാല സാഹിത്യം എന്ന് പറയാവുന്ന ആധുനികതയുടെ ആധുനികത വരെയുള്ള ഒരു വലിയ ഘട്ടമാണ്. ധാരാളം ചോദ്യങ്ങൾ വരുന്ന, ഏതാണ്ട് നമുക്കൊരു 35 തൊട്ട് 40 വരെയുള്ള ചോദ്യങ്ങൾ പ്രാചീന മധ്യകാലത്തിൽ നിന്നും ആധുനികതയുടെ മണ്ഡലത്തിൽ നിന്നും സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയുണ്ടായി. മറ്റ് ബ്ലോക്കുകളിൽ താരതമ്യേന കുറവായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രാചീന സാഹിത്യത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ തുടങ്ങാം. നമ്മൾ ഓരോ മോഡ്യൂളുകളും എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകാനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഈ പ്രാചീന മധ്യകാലം പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുമ്പോൾ, വീഡിയോ ക്ലാസ്സുകളായാലും നോട്ടുകളായാലും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ സ്വീകരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഇതല്ല നമ്മൾ ആധുനിക കവിത, പ്രത്യേകിച്ച് ഇത്തരം മൾട്ടിപ്പിൾ MCQ മാത്രമല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള പോസ്റ്റുകളിലേക്ക് നിശ്ചിത സ്പേസിൽ മാത്രം ഉത്തരം എഴുതേണ്ട കാര്യങ്ങൾ വരുമ്പോൾ വളരെ പരത്തി കാര്യങ്ങൾ ചെയ്യാതെ വളരെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഫോക്കസ് ആയിട്ട് എങ്ങനെ എഴുതാം അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ പ്രാചീന സാഹിത്യം എന്ന് പറയുന്ന മോഡ്യൂൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ ഏത് കൃതി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇത്രയും കാര്യങ്ങൾ അതേ ക്രമത്തിൽ നിങ്ങൾ ബുള്ളറ്റ് ഫോമിൽ നോട്ട്സ് എടുക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലത്തെ നമ്മുടെ UGC പരീക്ഷയായാലും അതുപോലെ PSC പരീക്ഷയിലായാലും ഈ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതിനകത്ത് പ്രാചീന സാഹിത്യത്തിൽ ഈ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ഒന്നാമത് അത് വേറെ ബോർഡ്സ് പോലുള്ള സംഗതികൾ എന്താണ് അബൌട്ട് ദ ടെക്സ്റ്റ് എന്ന രീതിയിൽ ആ കൃതിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമുക്ക് വരും. പ്രത്യേകിച്ച് ആ കൃതിയുടെ പേരെന്താണ്, കൃതിയുടെ സ്വഭാവം എന്താണ്, പിന്നെ ഈ പറഞ്ഞതുപോലെ ആ കൃതിയുടെ രചയിതാവിന്റെ പേര്, അങ്ങനെ ഓദർ ഉണ്ടോ, ഓദറിന് ആരൊക്കെ എന്തൊക്കെ പേര് കിട്ടി, ആ കൃതി എന്നാണ് ഐഡന്റിഫൈ ചെയ്തത്, ആ കൃതി ആരാണ് കണ്ടെത്തിയത്, ആ കൃതി ആരാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്, ആ കൃതി ആരാണ് ആദ്യമായിട്ട് തർജ്ജമ ചെയ്തത് തുടങ്ങിയ അത് മുഴുവനായിട്ടും പ്രസിദ്ധീകരിച്ചത് ആരാണ്, അത് വ്യാഖ്യാനം എഴുതിയത് ആരാണ്, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ടെക്സ്റ്റിനെ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ സാഹിത്യ ചരിത്ര വിജ്ഞാനീയത്തിന്റെ ഭാഗമായി അതിനെ നമ്മൾ ഒരു സാഹിത്യ ചരിത്രത്തിനകത്ത് അതിനൊന്ന് കാനണൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിശ്ചയമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മണിപ്രവാളത്തെക്കാൾ കൂടുതൽ, പക്ഷെ ഓദറിനെ കുറച്ചുകൂടെ അറിയാവുന്ന രീതിയിൽ നമുക്ക് മധ്യകാല മണിപ്രവാളം, പ്രാചീന ചമ്പുക്കൾ വേറെ തന്നെയാണ്, നമുക്ക് ഒരു മധ്യകാലത്തെത്തുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഓദർ വിസിബിൾ ആവുന്നുണ്ട്, അതിന്റെ ടെക്സ്റ്റിനകത്തോ അല്ലാതെയോ വിസിബിൾ ആവുന്നുണ്ട്. അതില്ലാത്ത കോണ്ടെക്സ്റ്റിൽ നിന്ന് പലപ്പോഴും നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് ഈ ഓദറിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളുടെ ഒരു വലിയ സംഗതികളുണ്ട്. അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ, കൃതി ആരാണ്, രചയിതാവ് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാലം നിർണ്ണയിക്കുക. മിക്കവാറും എല്ലാ കൃതികളും ഒരു 12-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു നീണ്ട കാലം രാമചരിതത്തിൽ ഫിക്സ് ചെയ്തിട്ടെന്ന് എനിക്കറിയാം. അപ്പൊ രാമചരിതം എന്നുള്ള പലരും പല കാലം, അത് 12-ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് 14-ാം തുടക്കത്തിലാണെന്ന് ചില ആളുകൾ 15-ാം നൂറ്റാണ്ട് വരെ, എന്തിന് നമ്മുടെ ഒരു പ്രമുഖനായ പണ്ഡിതൻ അത് വളരെ ലേറ്റർ പീരീഡിലാണ്, മധ്യകാലത്തിന്റെ അവസാനത്തിലാണ് രാമചരിതം ഉണ്ടായത് എന്ന് പറയുന്ന ഉണ്ണിക്കടാവിന്റെ PhD തീസീസ് അടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാലം, ഇപ്പൊ നോക്കൂ, ഏതാണ്ട് 6 നൂറ്റാണ്ട് വരെയൊക്കെ ഒരു പടർന്നു കിടക്കുന്ന കാലമൊക്കെയാണ് ഈ രാമചരിതം പോലുള്ള കൃതികൾക്കുള്ളത്. പല കൃതികളുടെയും കാലം അതുപോലെ, പ്രത്യേകിച്ച് ഇതേപോലെ കാലത്തെ സംബന്ധിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സംഗതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭാഷയുമായി ബന്ധപ്പെട്ട് കൃഷ്ണഗാഥയുടെ കാലത്തിനകത്തും ഒരു വലിയ എന്താ പറയാ വ്യത്യാസം, അല്ലെങ്കിൽ ഡീവിയേഷൻ പലപ്പോഴും കാണാൻ കഴിയും. അപ്പൊ ആ കാലമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ, ഇന്ന കാലം ആരാണ് നിശ്ചയിച്ചത്, അല്ലെങ്കിൽ കാലം ഏതാണ്, അല്ലെങ്കിൽ അതിലൊരു കാലപരമായിട്ടുള്ള കാലക്രമം എന്താണ്, ചില പ്രത്യേക കൃതികൾ എടുത്തുകൊണ്ട് അതിന്റെ ഒരു കാലക്രമമായിട്ട് അതിനെ അടയാളപ്പെടുത്തുക തുടങ്ങിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് അംശത്തിൽ നിന്ന് എടുത്തുകൊണ്ട്, കൃതിയിൽ നിന്ന് ചിലപ്പോൾ ചില മുദ്രകൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അംശം എടുത്തുകൊണ്ടായിരിക്കും അതിന്റെ കാല സൂചനയിലേക്ക് ആളുകൾ എത്തുക. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ച ചോദ്യങ്ങൾ, ഇങ്ങനെ കാലസംബന്ധിയായിട്ടുള്ള
കുറേ ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓരോ കൃതിക്കും അതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും, നിരന്തരമായി ആവർത്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആ കൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ കാലം എന്നതിന്റെ താഴെ പോയിന്റ് പോയിട്ട് എഴുതുക എന്നുള്ള. മറ്റൊന്ന്, ആ കൃതിയുടെ സ്ഥലം ഏതാണ്, ആ കൃതി കണ്ടെടുത്ത സ്ഥലമായിരിക്കും. അപ്പൊ രാമചരിത്രത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം, അത് തെക്കുന്ന് വടക്ക് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറയുന്ന പല പല സ്ഥലങ്ങളിലായിട്ട് അത് വരുന്നുണ്ട്. വടക്കൻ കേരളത്തിന്റെ അങ്ങേ തല തൊട്ടിട്ട് തെക്കൻ കേരളത്തിന്റെ തെക്കൻ തിരുവിതാംകൂറിന് അങ്ങേ തല വരെ പല പല സ്ഥലങ്ങൾ അതിന് ഉണ്ട്. ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ പറയുന്നതും ഉള്ളൂർ പറയുന്നതും ഒക്കെ വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ സ്ഥലം എവിടെയാണ്, ഈ കൃതി എവിടെയാണ് കൂടുതലായിട്ട് വന്നത് എന്നതിനെ സംബന്ധിച്ച് എഴുത്തുകാരന്റെ സ്ഥലം. ഉദാഹരണമായിട്ട് കണ്ണശരാമായണത്തിലെ ആളുകളുടെ സ്ഥലം നോക്കുമ്പോൾ നമുക്ക് 3 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഒന്ന് ഇങ്ങോട്ട് മധ്യ കേരളത്തിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞെങ്കിൽ പിന്നീട് അത് കുറെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മലയൻകീഴിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 3 സ്ഥലങ്ങളിലൂടെയാണ് ഈ പറയുന്ന നിരണം കവികളുടെ സഞ്ചാരം പൊതുവെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവരെ ക്ലബ് ചെയ്ത് ഒറ്റ ഈ നിരണം കവികൾ എന്ന് പറയാമോ എന്നുള്ള സംശയം തന്നെ നമുക്കുണ്ടാവുന്നത് ഈ സ്ഥലപരമായ ഈ പറയുന്ന 3 കവികളുടെ ഈ സ്ഥല സൂചനകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ അകലമാണ് അല്ലെ. അപ്പൊ അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് ആ ഒരു കൃതി ഉണ്ടായ സ്ഥലം മാത്രമല്ല, കൃതിക്കകത്തുള്ള സ്ഥലവും ഈ പറയുന്നത് പോലെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ പിന്നീട് സന്ദേശകാവ്യം പോലുള്ള കാര്യങ്ങളൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ആ കൃതിക്കകത്ത് പരാമർശിക്കപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ വേണ്ട തിരുനിഴൽമാല പോലുള്ള കൃതികൾക്കകത്ത് തന്നെ അത് ഏത് കാവുമായി ബന്ധപ്പെട്ടതാണ്, അതിനകത്ത് പരാമർശിക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കുറെ സ്ഥലപരമായ അതിനകത്തുള്ള പരാമർശങ്ങൾക്കകത്തും ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന പോലെ ഭാഷയാണ്. ഇപ്പൊ രാമചരിത്രത്തിലെ ഭാഷയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. തമിഴ് കൃതിയാണ് എന്ന് തൊട്ടിട്ട് അത് അന്നുണ്ടായ പാട്ടിന് ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് തുടങ്ങിയ മിശ്രഭാഷയാണ് എന്നൊക്കെ തുടങ്ങിയ ധാരാളം 8 or 9 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കൃതിയുടെയും ഭാഷ സംബന്ധിയായ ചില സാധനങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ ഒരു ആഖ്യാന സ്വരൂപം എന്താണ് എന്ന് വെച്ചാൽ അതിനെ ചാപ്റ്ററുകളാക്കി കാണ്ഡങ്ങളായിട്ടാണോ, സർഗങ്ങളായിട്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പടലങ്ങളായിട്ടാണോ, അതിനകത്ത് ഓരോ പടലങ്ങൾക്കകത്തും എത്ര ശ്ലോകങ്ങൾ അല്ലെങ്കിൽ എത്ര ഈരടികളുണ്ട് തുടങ്ങി അതിന്റെ ആഖ്യാന സംബന്ധിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന എങ്ങനെയാണ്, അതുപോലെ വിരുദ്ധവും പാട്ടുമായിട്ടാണോ അല്ലെങ്കിൽ ശ്ലോകവും ഇതുമായി അങ്ങനെ ഇടകലർത്തിയാണോ ഉപയോഗിക്കുന്നത് തുടങ്ങി അതിന്റെ ആഖ്യാന സ്വരൂപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഉപയോഗിച്ചുള്ള വൃത്തങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ എന്താ പറയാ അതിന്റെ ഒരു ആഖ്യാന സ്വരൂപം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ധാരാളമായിട്ടുണ്ടാവുന്നത്. അതിന്റെ വൃത്തമടക്കമുള്ള കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് രാമചരിതത്തിൽ കാണുന്ന വസന്തതിലകം പോലുള്ള വൃത്തങ്ങളല്ല എന്ന് പറയുമ്പോൾ ഏതൊക്കെ വൃത്തങ്ങളാണുള്ളത്, അതിന് ഈ പറയുന്ന തൊൽക്കാപ്പിയായിട്ടുള്ള ബന്ധം എന്താണ്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. നിരണം വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് വൃത്തങ്ങൾ, ആ വൃത്തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന കിളിപ്പാട്ട് വൃത്തങ്ങളുടെ പൊതു സ്വഭാവം, അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ വൃത്തം വരെ എത്തുന്ന അതിന്റെ ആഖ്യാന സ്വരൂപങ്ങൾ ഇതിൽ ധാരാളം ചോദ്യം ഉണ്ടാവും. മറ്റൊന്ന് ഇതിവൃത്ത പരിചരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇതിവൃത്തം, പ്രത്യേകിച്ച് ഒരു പ്രത്യേക മൂലകഥ ഏതിൽ നിന്ന് എടുത്തതാണ് എന്നുള്ള ചോദ്യം. നമുക്കറിയാവുന്നതുപോലെ ഏത് രാമായണമാണ്, ഏത് മഹാഭാരതമാണ്, അതിനകത്ത് ഏത് ഭാഗമാണ്, യുദ്ധകാന്ഡം മാത്രമാണോ, യുദ്ധകാന്ഡത്തിനകത്ത് പഴയ കഥകൾ പറയുന്നുണ്ട്, ആ പഴയ കഥകൾ പറയുന്നത് എവിടെയാണ് അത് സന്നിവേശിപ്പിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു മൂലം എന്താണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് അത് ചുരുക്കിയിരിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് വിപുലനം ചെയ്തിരിക്കുന്നത്, പാതാള രാവണൻ അത്തരം ചില കഥകളൊക്കെ കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിന്റെ ഇതിവൃത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീവിയേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് രാമായണവുമായി ബന്ധപ്പെടുത്തിയും മഹാഭാരതവുമായി ബന്ധപ്പെടുത്തിയും അതിന് ഇതിവൃത്ത പരിചരണം അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഭാഗം പ്രത്യേകം എടുത്ത് പദ്യമാക്കുന്നത് അത് ആരുടെയാണ്, കമ്പരുടെയാണോ, അധ്യാത്മരാമായണമാണോ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാവുന്ന കാര്യമാണ്. ഇതിവൃത്ത പരിചരണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ അതിന്റെ സാഹിത്യ ചരിത്ര വിജ്ഞാനീയപരമായ അതിന്റെ പ്രസക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സാഹിത്യ ചരിത്രത്തിനകത്ത് അതിനെങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിന്റെ പ്രസ്ഥാനപരമായ സ്വഭാവമായിരിക്കാം, അതിന്റെ തന്നെ വ്യത്യസ്തമായ കാലഗണനയായിരിക്കും. പ്രസ്ഥാനത്തിനകത്ത് തന്നെ പിന്നീട് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഏത് ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്, അതെങ്ങനെയാണ് പിൽക്കാലത്തെ ഈ പറയുന്ന മറ്റ് കൃതികളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്. പിൽക്കാല കൃതികളിലേക്ക് അതിന്റെ ഈ പറയുന്ന പ്രയോഗങ്ങളുടെ കാര്യത്തിലായാലും അതിന്റെ പരിചരണത്തിന്റെ കാര്യത്തിലായാലും ഭാഷയുടെ കാര്യത്തിലായാലും പിൽക്കാല കൃതികളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അലങ്കാര കൽപ്പനകളുടെ കാര്യത്തിലായാലും പിൽക്കാല കൃതികളിലേക്ക് അതെങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സാഹിത്യ ചരിത്ര വിജ്ഞാനീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് വരും. അതോടൊപ്പം തന്നെ സാഹിത്യ ചരിത്രങ്ങൾ എങ്ങനെയാണ് ഈ കൃതികളെ കൈകാര്യം ചെയ്തത് എന്നുള്ള ഒരു ഏരിയയും ഓരോ വെങ്കൃഷ്ണപിള്ള എന്താണ് പറഞ്ഞത്, ലീലാവതി എന്താണ് പറഞ്ഞത്, അങ്ങനെയുള്ള സാഹിത്യ ചരിത്ര വിജ്ഞാനീയപരമായ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെ
നമ്മൾ താഴേക്ക് എഴുതിയെടുക്കണം. മറ്റൊന്ന് ഭാഷാ പരിണാമവുമായി ബന്ധപ്പെട്ട പ്രാചീന കൃതികളാകുമ്പോൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പറയുന്ന മലയാള ഭാഷയുടെ ഒരു പരിണാമം കൊല്ലവർഷം 1 തൊട്ട് 16 വരെ ഉണ്ടാവുന്ന മലയാള ഭാഷയുടെ ഈ പറയുന്ന 8ാം ശതകം വരെ എത്തുന്ന 16ാം നൂറ്റാണ്ട് വരെ എത്തുന്ന മലയാള ഭാഷയുടെ ആധുനികീകരണ പ്രക്രിയക്കകത്ത് ആ ഭാഷാ പരിണാമത്തിന്റെ ഏത് ഘട്ടത്തെയാണെങ്കിലും ഭാഷാ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത് തുടങ്ങിയ കുറെ കാര്യങ്ങളായി ഭാഷാ പരിണാമപരമായ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞതുപോലെ ആ കൃതിക്കകത്ത് ഉള്ള ഒരു തരം സാമൂഹികത എന്ന് പറയുന്നത് എന്താണ്, ആ കൃതിക്കകത്ത് അവതരിപ്പിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രത്യേകതകൾ, ചരിത്രപരമായ പരാമർശങ്ങൾ, നാണയങ്ങൾ, രാജാക്കന്മാരുടെ പേരുകൾ, സംഭവങ്ങളെ സംബന്ധിച്ച കുറെ കാര്യങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ഏതൊക്കെ ജനപദങ്ങൾ കയറി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സമൂഹവും ചരിത്രവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ശ്രദ്ധേയമായതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചിലപ്പോൾ ചില അളവ് തൂക്കങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവും, അങ്ങാടി വാണിഭംഗവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാവും. അത്തരം കുറെ പരാമർശങ്ങളൊക്കെ നമ്മൾ അവിടെ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളെ സംബന്ധിച്ച പരാമർശം ഉണ്ടാവും, ചില ചരിത്ര സംഭവങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് നമ്മൾ ഓർക്കണം. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉദ്ധരണികളാണ്. അറിയാവുന്നതുപോലെ രണ്ടിലും വരും, പ്രാചീനത്തിലും അതുപോലെ ആധുനികതയിലും പ്രധാനപ്പെട്ട ചില ഉദ്ധരണികൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഉദ്ധരണികൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കൃതി ഉടനീളം പരതി ഉദ്ധരണികൾ നോക്കേണ്ട ആവശ്യമില്ല, വെച്ച് നിരന്തരമായി ഉദ്ധരിക്കപ്പെടുന്നതിനെയാണ് ഉദ്ധരണി എന്ന് പറയുന്നത്. കൃതിയുടെ ഏത് ഭാഗം എടുത്തൊരു ചോദ്യം ചോദിക്കാന്നല്ല, നിരന്തരമായി കോട്ട് ചെയ്യപ്പെടുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇന്റർടെക്സ്റ്റുവാലിറ്റി ആയിരിക്കാം. ഉദാഹരണമായിട്ട് കണ്ണശരാമായണത്തിലെ പ്രയോഗം തന്നെ പിന്നീട് എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ ആ ഇന്റർടെക്സ്റ്റുവാലിറ്റി അതിനകത്ത് പ്രധാനം. പിന്നെ അല്ലെങ്കിൽ അതിന്റെ കൽപ്പനാവൈഭവം കൊണ്ട്, അതിന്റെ സവിശേഷത കൊണ്ട്, അലങ്കാര കൽപ്പന കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ സൗന്ദര്യം കൊണ്ടൊക്കെ വളരെ പ്രധാനമായതും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പോലെ സാഹിത്യ ചരിത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ കൃതിയെ സംബന്ധിച്ച പഠനങ്ങളിലോ നിരന്തരമായി കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഉദ്ധരണികൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ ഉദ്ധരണികളുടെയും ആവശ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ലോകോക്തികളായ ചില കാര്യങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ ആ കൃതികളിൽ നിന്ന് പിന്നീട് ലോകോക്തികളായി മാറിയിട്ടുള്ള പഴഞ്ചൊല്ലുകളായിട്ടോ മറ്റൊക്കെ മാറിയിട്ടുള്ള വരികളും മറ്റൊക്കെ ഉണ്ടാവും. അത് ഏത് പാഠത്തിൽ നിന്നാണ്, ആരുടേതാണ് നമുക്ക് അറിയുണ്ടാവും, പക്ഷെ അത് ഏത് കൃതിയിലെ നമുക്ക് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മളത് പരിചയിച്ചിട്ട് കൃതിയിലൂടെ ആവില്ല, പഴഞ്ചൊല്ലുകളുടെ. കുഞ്ചൻ നമ്പ്യാരിലേക്ക് എത്തുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദ്ധരണികൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ ശൃംഖലാബന്ധങ്ങൾ എന്ന് പറയുന്നത് ആ കൃതിയും അല്ലെങ്കിൽ ആ ഒരു കൃതിയുടെ ഏതെങ്കിലും ഒരു കഷ്ണവും മറ്റ് ആ കാലത്തെയോ പിൽക്കാലത്തെയോ കൃതികളും തമ്മിലുള്ള അതിന്റെ നെറ്റ്വർക്ക് എന്താണ്, അതിന്റെ ശൃംഖലകൾ എന്താണ്, പരസ്പരം അവ എങ്ങനെയാണ് കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ 10 കാര്യങ്ങളായിട്ട് 1, 2, 3 പറഞ്ഞ് നിങ്ങൾ ഓരോ പ്രാചീന കൃതി എടുക്കുക. അതിന് താഴെ ടൈറ്റിലിട്ട് ഓരോരോ പോയിന്റുകളായിട്ട് ഓരോ കൃതിയെക്കുറിച്ച് നിങ്ങൾ നോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പല സ്ഥലങ്ങളും പല അഭിപ്രായം ഒരു കാലം എന്ന് പറയുമ്പോൾ കാലവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ താഴേക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ബുള്ളറ്റ് ഫോമിൽ എഴുതുക. അല്ലാതെ എല്ലാം കൂടെ ചെതറി എഴുതുമ്പോൾ പല കുട്ടികളുടെ നോട്ടുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അവർ ഏതെങ്കിലും പുസ്തകം എടുക്കും, പുസ്തകം എടുത്തിട്ട് ആ പുസ്തകത്തിനുള്ള പോയിന്റ്സ് വേറെ എഴുതും. അങ്ങനെ പുസ്തകത്തിൽ നിന്ന് പല പുസ്തകങ്ങളിൽ നിന്ന് പല സോഴ്സുകളിൽ നിന്നുള്ള നോട്ടുകൾ ഇങ്ങനെ ചെതറി എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അത് ഭയങ്കര പ്രശ്നമുണ്ടാവും. ഒരിക്കലും അങ്ങനെ എഴുതാതിരിക്കുക. അതിന് പകരം ഈ പറയുന്ന പോലെ 10 പേജുകൾ നിങ്ങൾ അതിനെ മാറ്റി വെച്ചിട്ട് ഏത് പുസ്തകം വായിക്കുമ്പോഴും ആ ഒരു ഇതിന് താഴേക്ക് ഈ പറയുന്ന പോയിന്റ് എഴുതി വെക്കുന്ന രീതിയിലേക്ക് പഠിക്കുന്നതായിരിക്കും കുറെ കൂടെ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാനോ പെട്ടെന്ന് നോക്കിയെടുക്കാനൊക്കെ എളുപ്പം. അല്ലാതെ ഒരു കൃതിയിൽ നിന്ന് ഇങ്ങനെ പകർത്തി എഴുതി വെക്കുമ്പോൾ നമുക്ക് അവസാനം അത് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാവും. അതാണ് ആമുഖമായിട്ട് ഈ പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെടുത്തി പറയാം. ഓക്കെ, നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന രാമചരിതത്തെ, ഞാനിപ്പോ ഓരോ മോഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5 ചോദ്യം വരുന്നത് ആ മോഡ്യൂളിൽ നമ്മൾ സമയത്തിനനുസരിച്ച് കുറെ കാര്യങ്ങൾ പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ആര്? രാമചരിതവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകളൊക്കെ അതിനകത്ത് പല തരത്തിലുണ്ട്. ആരാണ് എന്നൊന്ന് പെട്ടെന്ന് പറയാവോ? ഈ പറയുന്ന ചോദ്യത്തിനകത്ത് പി.വി. കൃഷ്ണൻ നായർ. പി.വി. കൃഷ്ണൻ നായരാണ് അല്ലെ. പി.വി. കൃഷ്ണൻ നായരാണ് രാമചരിതത്തെ കുറിച്ച് ഏറ്റവും വിപുലമായ ആദ്യത്തെ വിപുലമായ ഒരു പാഠം തയ്യാറാക്കിയത് പി.വി. കൃഷ്ണൻ നായരാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രാമചരിതവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രാമചരിതം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് രാമചരിതത്തിൽ എത്ര പടലമുണ്ട് അല്ലെ, നമുക്ക് രാമചരിതത്തിൽ 164 പടലങ്ങളുണ്ട്, അതിനകത്ത് ഒരു 1814 പാട്ടുകളുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഘടനയെ കുറിച്ചുള്ള ബേസിക് ആയ ധാരണ, ഏത് വാക്ക് കേൾക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സുകൾ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്ര പാട്ടുകളുണ്ട്, അതുപോലെ എത്ര പടലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഓരോ ഈ പറയുന്ന ഇതിനകത്ത് എത്ര പാട്ടുകളാണ് ഓരോ പടലത്തിനകത്തുമുള്ളത്. 11 പാട്ടുകളായിട്ട് ഇതിൽ ബന്ധിച്ചിരിക്കുന്നു. ഈ പാട്ടുകളുടെ ഘടനാപരമായ സവിശേഷതകൾ, ഉദാഹരണമായിട്ട് രാമചരിതത്തിൽ എത്ര വൃത്തങ്ങൾ, 16 വ്യത്യസ്തമായ വൃത്തങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഘടനാപരമായ കുറെ കാര്യങ്ങൾ രാമചരിതം എന്ന് പറയുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഗുണ്ടത്തിന് എന്താണ് ബന്ധം എന്ന് പറയുന്നത് അല്ലെ. രാമചരിതം ആദ്യമായി കണ്ടെടുത്തത്
ഹെർമൻ ഗുണ്ടത്താണെന്ന് പറയാം, അല്ലെ. അപ്പൊ ഹെർമൻ ഗുണ്ടത്ത് രാമചരിതത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്ക്, ഇതിപ്പോ കൃഷ്ണൻ നായരാന്ന് പറഞ്ഞത് ഗുണ്ടത്ത് എന്തായിരിക്കാം പറഞ്ഞത്, അല്ലെ. ഗുണ്ടത്ത് പറഞ്ഞത് എന്താണ്, ചിലപ്പോൾ ഗുണ്ടത്ത് എന്താണ് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ചോദ്യമായിട്ട് വരും. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതം എന്നാണ്, മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീനമായ കൃതിയാണ് രാമചരിതം എന്നാണ് ഗുണ്ടത്ത് പറയുന്നത്, അല്ലെ. ഗുണ്ടത്ത് എവിടെയാണത് പറയുന്നത്? ആർക്കെങ്കിലും കമന്റ് ചെയ്യാവോ? ഗുണ്ടത്ത് എവിടെയാണ് ഈ നിഘണ്ടുവിന്റെ മുഖവരിയില്? അതെ, നിഘണ്ടുവിന്റെ മുഖവുരയിലാണ് അദ്ദേഹം പറയുന്നത്. 1572 അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ്, അല്ലെ. ഈ രാമചരിതം പേരിടുന്നത് അദ്ദേഹമാണ്, അല്ലെ. തുടങ്ങിയ ഗുണ്ടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളൂരുമായി ബന്ധപ്പെട്ട്, അല്ലെ, അടുത്ത ഓപ്ഷൻ ഉള്ളൂരാണ്. ഉള്ളൂരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉള്ളൂരാണ് ഇതിലെ കുറെ വരികൾ, കുറെ പടലങ്ങൾ, 30 പടലങ്ങളാണ്, 30 പടലങ്ങളാണ് ഉള്ളൂര് പ്രസിദ്ധീകരിക്കുന്നത്, അല്ലെ. ആ 30 പടലങ്ങൾ അദ്ദേഹം പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിലാണ് 1917 പ്രസിദ്ധീകരിക്കുന്നത്. അത് ഓർമ്മയുണ്ടാവണം. അദ്ദേഹം അതിന്റെ പേര് പ്രാചീന മലയാള മാതൃകകൾ എന്ന് പറയുന്ന കുറച്ച് പഠനങ്ങൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ രാമചരിതവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. രാമചരിതം ഒരു രാജാവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. ഏത് രാജാവാണെന്ന് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമോ? രാമവർമ്മയാണെന്ന് പറയുന്നു, അല്ലെ. മാത്രമല്ല അദ്ദേഹം ഈ പറയുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി നമുക്കും വലിയൊരു സാഹിത്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്, അല്ലെ, ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത്. ഇത്തരം ദേശീയതാവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് മലയാളത്തിന്റെ ചോസറാണ്, അല്ലെ, ചോസറാണ് ജി രാമൻ എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ. ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത് നമുക്ക് പരീക്ഷിച്ച് ചോദിക്കാം, മലയാളത്തിന്റെ ചോസറാന്ന് പറയുന്നത്, അല്ലെ. രാമചരിതത്തിന്റെ വിമർശാത്മക പഠനം നടത്തിയ പി വി കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞു, അല്ലെ. ഏറ്റവും വിശദമായ ഒരു വ്യാഖ്യാനം അദ്ദേഹം നടത്തുന്ന അദ്ദേഹമാണ്, അല്ലെ. അദ്ദേഹമാണ് ഈ കൈരളി പദ്യ സാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന് അദ്ദേഹം വിളിച്ചത്, അല്ലെ. അപ്പോ 1932 പൂർണ്ണ രൂപത്തിൽ അത് ഇറങ്ങിയത് നമുക്കറിയാം, അല്ലെ. ഈ പറയുന്ന ചിത്രോദയം മഞ്ചരി ഗ്രന്ഥശാല പ്രസിദ്ധീകരിച്ചിട്ടുള്ള രാമചരിതത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്, അല്ലെ. മാത്രമല്ല അതിന്റെ വട്ടെഴുത്ത് ഗ്രന്ഥം ആദ്യകാലത്ത് തെക്കൻ തിരുവിതാംകൂർ എന്ന രീതിയിൽ പൊതുവായി അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീടാണ് അത് വടക്കൻ കേരളവുമായിട്ടാണ് കൂടുതലായ ബന്ധം. കൂടുതൽ താളിയോലകൾ കിട്ടിയത് വടക്കൻ കേരളത്തിലാണ്, അല്ലെ. അത് പിന്നീട് നെടുവട്ടം ഗോപാലകൃഷ്ണന്റെ പഠനമാകുമ്പോഴേക്കും ആ രീതിയിലേക്ക് തന്നെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. നീലേശ്വരത്തിൽ നിന്നാണ് ഈ വട്ടെഴുത്തിലാണ് ഇത് വട്ടെഴുത്ത് ഗ്രന്ഥം കിട്ടുന്നത് എന്ന് പറയുന്നത്, അല്ലെ. അത്ര ചില കാര്യങ്ങൾ ഉണ്ടാവണം, ഓർമ്മയുണ്ടാവണം. അതുപോലെ തന്നെ ഓദറിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. പ്രത്യേകിച്ച് ആദിത്യവർമ്മ മഹാരാജാവാണ് എന്ന് പി ഗോവിന്ദപിള്ള പറയുന്നുണ്ട്. ചീരാമൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ശിവരാമനാണ്, ചീരാമൻ എന്ന് പറയുന്നത് ശിവരാമനാണ് എന്ന് നാരായണപ്പണിക്കർ പറയുന്നുണ്ട്. ഇവരൊക്കെ ആദ്യത്തെ സാഹിത്യ ചരിത്രകാരന്മാരെന്ന് അറിയാം, അല്ലെ. അതോടൊപ്പം തന്നെ ഭാഷയെ സംബന്ധിച്ചും പല പല അഭിപ്രായങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് രാമചരിതവുമായി ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെ, അത് കൽപ്പിച്ചുണ്ടാക്കിയ ഒരു കാവ്യമാണ് എന്ന് കോവിന്ദനറുകാടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഉത്തര കേരളീയന്റെ രചനയാണെന്ന് ചിറക്കൽ ബാലകൃഷ്ണൻ നായർ ആദ്യമായിട്ടത് പറയുന്നത്. പിന്നെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം, അല്ലെ, കെ എം ജോർജിന്റെ 3 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. ആദ്യത്തെ ഗവേഷണ പ്രബന്ധം വരുന്നത് കെ എം ജോർജിന്റേതാണ്. കെ എം ജോർജിന്റെ ഗവേഷണ പ്രബന്ധത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം എന്ന് പറയുന്നത്, അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന രാമചരിതം മഹാഭാരതത്തിലേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെടുവട്ടം ഗോപാലകൃഷ്ണൻ തന്നെ ഒരു PhD രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും തമ്മിൽ, അല്ലെ. പിന്നെ അതിന്റെ ഒരു ഭാഷയെ സംബന്ധിച്ച് തന്നെ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ട്. അതായത് അതുണ്ടായ രാമചരിതം ഈ പറയുന്ന പോലെ ഉള്ളൂരിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പറച്ചിലാണ്, അതുണ്ടായ കാലത്ത് ഈ പറയുന്ന കവിതയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ന് പറയുന്നത്, അല്ലെ. അതോടൊപ്പം തന്നെ തമിഴ് കൃതിയാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ശേഷയ്യരെയും ഗോപിനാഥ റാവുവിനെയും പോലുള്ള ആളുകൾ തമിഴ് കൃതിയാണെന്ന് പറഞ്ഞത്. മിശ്രഭാഷാ കൃതിയാണെന്ന് പറഞ്ഞതാണ് ഗോദവർമ്മയുണ്ട്, കെ എം ജോർജ്, അല്ലെ. കെ എം ജോർജിനെ ഈ പറയുന്ന നമുക്കറിയാം സ്വതന്ത്ര ശാഖാവാദികളാണ് അത് പറയാനുള്ള സാധ്യത. കാരണം അവർക്ക് സ്വതന്ത്ര ശാഖാവാദം സ്ഥാപിക്കണമെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്, അല്ലെ. എല്ലാ കാവ്യഭാഷയും കൃത്രിമ ഭാഷയാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാചകൃഷ്ണ പിഷാരിയായാലും നാരായണ പണിക്കരായാലും കെ എം ജോർജ് ഒക്കെ അങ്ങനെ കൃത്രിമ ഭാഷയാണെന്നും മിശ്ര ഭാഷയാണെന്നൊക്കെ പറയുന്നുണ്ട്. മലയാള ഭാഷയുടെ ഒരു പൂർവ്വ രൂപം തന്നെയാണെന്ന് പി ഗോവിന്ദപിള്ള തൊട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. ടി കെ നാരായണപിള്ളയാണെങ്കിൽ തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ടല്ലേ മാധുര്യവും പ്രൗഢതയും ആർജിച്ചു കഴിഞ്ഞൊരു മലയാള ഭാഷയിലാണ് ഈ കൃതി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്, അല്ലെ. തെക്കൻ തിരുവിതാംകൂറിലെ ഒരു മിശ്രഭാഷയാണെന്ന് ഇദ്ദേഹം പറയുന്നത്, ഗോദവർമ്മ പറയുന്നത്. അതുപോലെ തന്നെ ഒരു നാളികേര ഭാഗമാണെന്നൊക്കെയുള്ള കെ എം ജോർജിന്റെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഭാഷയുടെ ഒരു അപഭ്രംശമാണെന്ന് പറഞ്ഞ ഇളംകുളത്തിന്റെ അഭിപ്രായങ്ങൾ. ഉള്ളൂർ പറയുന്നത് പോലെ ഈ പറഞ്ഞ അതുണ്ടായ കാലത്ത് മലയാളം പാട്ട് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ വിരചിതമായത് പറയുന്ന അഭിപ്രായം. ഓക്കെ, ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രാമചരിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് പല മേഖലയിലുള്ള പോയിന്റ്സ് ഉണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം.
രാമകഥാപാട്ടുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരുപാട് പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അല്ലെ, രാമകഥാപാട്ടിനെ കുറിച്ച് ഏറ്റവും വിശാലമായ ഒരു പഠനം ഉണ്ടായത് അല്ലെ, ഈ പഠനത്തോടു കൂടി അത് പ്രസിദ്ധീകരിച്ചത് ആരാണെന്നുള്ളത് അല്ലെ, ആരാണ്? അതെ, പി കെ നാരായണപിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഭാഷാപരിമളം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് അല്ലെ. ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഏതാണ്? മലയാളത്തിലെ പാട്ടുപ്രസ്ഥാനത്തിൽ ഉടലെടുത്ത കാവ്യാത്മക കൃതിയാണ് രാമകഥാപാട്ട് എന്ന് പറഞ്ഞത്. പാട്ടുപ്രസ്ഥാനത്തിൽ തന്നെ ഉൾപ്പെട്ട കൃതിയാണ്. കാരണം ബാക്കി മിക്ക ആളുകളും ഇത് പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട കൃതിയല്ല എന്നും അതൊരു നാടൻ പാട്ടിന്റെ അല്ലെങ്കിൽ ഇവർ തെക്കൻ പാട്ടുകളുടെ ഒരു രീതിയാണ്, അതല്ലാതെ തമിഴാണെന്ന് തുടങ്ങിയ അഭിപ്രായങ്ങളാണ്. മലയാളമാണെന്ന് പറഞ്ഞവർ വളരെ കുറവാണ് അല്ലെ. പക്ഷെ അത് ഈ പറയുന്ന വാദങ്ങളെല്ലാം എടുത്തുകൊണ്ട് അതിന്റെ ആമുഖത്തിൽ പി കെ നാരായണപിള്ള അങ്ങനെയല്ല, ഇത് മലയാളത്തിലെ പാട്ടുപ്രസ്ഥാനത്തിൽ തന്നെ ഉടലെടുത്ത്, അങ്ങനെ പാട്ടുപ്രസ്ഥാനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇത് ചേർത്ത് വെക്കുന്നത് പി കെ നാരായണപിള്ളയാണ്. മലയാളം തമിഴിലാണ് ഈ പറയുന്ന രാമകഥാപാട്ട് എഴുതിയത് എന്ന് പറഞ്ഞതാണ്. മലയാളം തമിഴിലാണെന്ന് പറഞ്ഞത് ഉള്ളൂര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും തമിഴാണ്, പ്രയോഗങ്ങളൊക്കെ തമിഴാണെന്ന് പി ഗോവിന്ദപിള്ള പറയുന്നത് പൂർണ്ണമായും തമിഴാണെന്നാണ്. ചേലാട്ടച്യുതനെ പോലെ, അച്യുത മേനോനെ പോലുള്ള ആളുകളൊക്കെ അത് തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് കലർന്ന വാമൊഴിയിൽ എഴുതിയതാണ്. കുറെ കൂടെ നമുക്ക് അങ്ങനെ പറയാവുന്ന കൃത്യമായൊരു നിരീക്ഷണം അതാണ് അല്ലെ. വാമൊഴി പാരമ്പര്യത്തിനകത്താണ് ഈ പാട്ട് വരുന്നത് നമുക്കറിയാം. ഇളംകുളവും ഏതാണ്ട് അങ്ങനെ ഈ വിഴിഞ്ഞം ഭാഗത്തുള്ള നായന്മാർ സംസാരിക്കുന്ന തമിഴ് കലർന്ന മലയാളമാണ് എന്നാണ് ഇളംകുളം കുഞ്ഞമ്പിള്ള അഭിപ്രായപ്പെട്ടുള്ളത്. അപ്പൊ ഇവിടെയൊക്കെ അഭിപ്രായങ്ങളുടെ വ്യത്യാസം, ഈ ഇങ്ങനത്തുള്ള ഓപ്ഷൻസിന്റെ വ്യത്യാസം ഓർമ്മയുണ്ടാവണം അല്ലെ. മലയാളം ധാരാളമായിട്ടുണ്ടെങ്കിലും അതിനെ തമിഴാണെന്ന് തന്നെയാണ് ഗണിക്കേണ്ടത്, തമിഴ് തന്നെയായിട്ടാണ് ഗണിക്കേണ്ടത് എന്നാണ് ഇതിലെ 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ആർ നാരായണ പണിക്കർ പറഞ്ഞത് അല്ലെ. അതുപോലെ ഈ പറയുന്ന നാടോടി തമിഴ്, തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി തമിഴാണെന്നാണ് കെ എം ജോർജ് പറയുന്നത് അല്ലെ. എൻ കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകളൊക്കെ അതൊരു സങ്കര ഭാഷയാണ്, പ്രത്യേകിച്ച് ഭാഷാ മിശ്രമാണ്, മലനാട്ടു തമിഴും സംസ്കൃതവും ചെന്തമിഴും കൂടി കലർത്തിയ ഈ പറഞ്ഞ ഇവിടുത്തെ തമിഴും ചെന്തമിഴും, കൊടുന്തമിഴ് ചെന്തമിഴ് എന്ന് പറയും, സംസ്കൃതവും കൂടി കലർന്ന ഒരു ഭാഷാമിശ്രമാണ് ഇതിലെന്ന് പറയുന്നുണ്ട്. കാലത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വലിയൊരു ടൈം സ്പാനാണ്. 14 തൊട്ട് 17-ാം നൂറ്റാണ്ടിന്റെ വരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ പല ആളുകളും പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കും. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു പ്രധാനപ്പെട്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ അതൊരു ക്ലസ്റ്റർ ആണ് അല്ലെ. വ്യത്യസ്തമായ കുറെ ടെക്സ്റ്റുകൾ അവിടെ ഉണ്ട് അല്ലെ. നേരത്തെ മറ്റേതിനെ കുറിച്ച് പറഞ്ഞു, രാവണ കഥ ഇടയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഈ രാവണ കഥ കൂട്ടിച്ചേർത്ത രാമായണം ഏത് എന്ന ചോദ്യത്തിൽ ഉത്തരവും രാമകഥാപാട്ടാണ്. അതിന്റെ ഓർമ്മയുണ്ടാവണം. അതിന്റെ ഗ്രന്ഥസ്വരൂപത്തെ കുറിച്ചുള്ള ഈ പിള്ളിയാശാന്റെ ഒരു കാലത്തെ കുറിച്ച് മാത്രമല്ല അതിന്റെ ഗ്രന്ഥസ്വരൂപത്തെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവണം. 279 വിരുദ്ധവും അതുപോലെ 3163 3163 പാട്ടുകളുമാണ് അതിനകത്തുള്ളത് എന്നുള്ള അവരുടെ ഘടന കൂടെ ഓർമ്മ ഉണ്ടാവും. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ധരണിയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം ഉദ്ധരണിയുമായി ബന്ധപ്പെട്ട് നരപാലകർ വളരെ പ്രസിദ്ധമാണ്. ഈ വരി എന്ന് പറയാം, ഏത് കൃതിയിലെ വരികളാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. പെട്ടെന്ന് മറുപടി പറയാമോ? കണ്ണശ്ശരാമായണം. കണ്ണശ്ശരാമായണമാണെന്ന് അറിയാം. അത് അതിനുള്ള ഒരു കണ്ണശ്ശരാമായണമാണെന്ന് പറയുന്നത് കാരണം അത് പിൽക്കാലത്ത് എഴുത്തച്ഛന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മൾ കോട്ട് ചെയ്യുന്ന ഈ വൈദ്യുതി ദോഷം പൂണ്ടാൾ എന്ന് പറയുന്ന ആ ഒരു വരിയുടെ ഒരു പൂർവ്വരൂപം എന്ന രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വരിയാണ് അല്ലെ. 15-ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഈ പറയുന്ന ഉഭയകവീശ്വരന്മാർ എന്ന് പറയുന്ന അല്ലെ എന്ന് വിളിക്കപ്പെടുന്ന ആരാണ് ഉഭയകവീശ്വരന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ നിരണം കവികളെ കുറിച്ചാണ്. നിരണം നൃത്തം എന്ന രീതിയിലാണ്. ഇവർക്ക് തന്നെ കണ്ണശന്മാർ എന്നും പേരുണ്ടെന്നറിയാം അല്ലെ. മലയങ്കീഴാണ് പൊതുവെ സ്ഥലം എന്ന് പറയാം. പ്രധാനപ്പെട്ട 3 ആളുകളുണ്ട് അല്ലെ. ആരൊക്കെയാണ്? ഭാഷാ ഭഗവത്ഗീത രചിച്ച മലയങ്കീഴ് മാധവനുണ്ട് അല്ലെ. അപ്പൊ അത് ഈ തിരുവല്ല ക്ഷേത്രമുണ്ട്. തിരുവല്ല ക്ഷേത്രത്തിൽ നിന്ന് മലയങ്കീഴിലേക്ക് ഇവർ വന്നതെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനകത്ത് തന്നെയുള്ള ശങ്കരന്റെ ഭാരതമാല അല്ലെ, മറ്റൊരു കൃതിയാണ് ശങ്കരന്റെ ഭാരതമാല അല്ലെ. അത് ഏതാണ്ട് ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോയി തിരുവല്ലയിൽ നിന്ന് ഈ പറയുന്ന മലയങ്കീഴിലേക്ക് പോയ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ഈ പറയുന്ന 3 പേർക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, എന്തായാലും ഈ കണ്ണശ്ശരാമായണം എഴുത്തച്ഛനെ ഏറ്റവും സ്വാധീനിച്ചിരുന്ന ഒരു കൃതിയാണ് എന്ന് ഈ പറയുന്ന ആഭ്യന്തരമായ തെളിവുകൾ വെച്ചുകൊണ്ട് പല ആളുകളും പറയുന്നുണ്ട്. അതിന് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വരികൾ തന്നെയാണ് അല്ലെ. കാച്ചിക്കുറുക്കിയ രാമായണം എന്ന് അല്ലെ ഇതിനെ കണ്ടെടുത്ത് വളരെ വിസ്തരിച്ചൊരു പഠനം നടത്തിയ തുശ്ശേരി രാമചന്ദ്രൻ സാറാണ് അല്ലെ. അപ്പൊ അദ്ദേഹം അതിനകത്ത് കാച്ചിക്കുറുക്കിയ രാമായണം എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ പ്രയോഗമാണ്. അതിന് കാരണം ഈ പറയുന്ന 34,000 ശ്ലോകങ്ങളിലെ 3050 പാട്ടുകളിലേക്ക് ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അതിങ്ങനെ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ
നമ്മൾ പ്രത്യേകിച്ച് സാധാരണയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വൃത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉദ്ധരണികളോട് പൊതുവെ കണ്ണശരാമായണ ബന്ധപ്പെട്ട് നമുക്ക് വരാം അല്ലെങ്കിൽ വരുന്ന ചോദ്യങ്ങൾ ഭാരതമാലയിൽ നിന്നും വരുന്ന കാര്യമായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. മറ്റൊരു മേഖല നിങ്ങൾക്ക് ആ മേഖലയിൽ തന്നെ ഉള്ളത് നമുക്കറിയാവുന്നതുപോലെ നാടൻ പാട്ടുകളുടെ ഒരു മേഖലയാണ്. അതിന് എന്ത് തരം ചോദ്യങ്ങളും ആവാം. പാട്ടുകളുടെ ഉദ്ധരണികളും 1-2 ചോദ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ പറയുന്ന കഴിഞ്ഞ കാലത്ത് ഒരു UGC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഞാൻ ഇട്ടിരിക്കുന്ന മതാത്മകമായ ഗാനമാണ് തോറ്റംപാട്ട്, ചിമ്മാന കളിപ്പാട്ട്, ഊഞ്ഞാൽപ്പാട്ട്, വടക്കംപാട്ട്. വളരെ സിമ്പിളായ ചോദ്യമാണ്. പൊതുവെ നമുക്ക് നാടൻ പാട്ടിലെ ചോദ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അതിനകത്ത് ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതിനുള്ള മതാത്മകമായ ഗാനമാണ്. ചോദ്യം അത്ര കൃത്യമല്ല എങ്കിൽ കൂടിയും സാമാന്യമായിട്ട് നമുക്ക് ബാക്കിയെല്ലാം വിനോദ സ്വഭാവത്തിലുള്ള അനുഷ്ഠാനേതരമായ പാട്ടുകളാണ് എന്ന് സാമാന്യമായിട്ടേ പറയാൻ പറ്റൂ. ഏതാണ് പക്ഷെ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് തോറ്റംപാട്ടാണ് നമുക്കറിയാം അല്ലെ. അത് തോറ്റംപാട്ട് കേരളത്തിൽ ഉടനീളം ഉള്ള പല പ്രത്യേകിച്ച് ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടാണ് മിക്കവാറും തോറ്റംപാട്ട് ഏറ്റവും വിപുലമായിട്ടുള്ളതെന്ന് പറയാം. കാളി സേവയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല ഈ തോറ്റമായാലും തെയ്യമായാലും അല്ലെങ്കിൽ വെള്ളാട്ടങ്ങൾക്കായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് അനുഷ്ഠാന കലകൾ ഇങ്ങോട്ട് വരുന്നുള്ള പല അനുഷ്ഠാന കളിലും തോറ്റം എന്ന് പറയുന്നത് അല്ലെ, സ്തോത്രം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നുള്ള തൂറ്റുക, ഉണർത്തുക എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥത്തിലാണ് കുണ്ടത്തൊക്കെ പറയുന്ന ഒരു അർത്ഥം അല്ലെ. അപ്പൊ ആ തോറ്റംപാട്ടുകൾ, ധാരാളം തോറ്റംപാട്ടുകൾ നമുക്ക് സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കാം. ബാക്കിയുള്ള കലാരൂപങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചിമ്മാനക്കളിപ്പാട്ട് ഇടയ്ക്ക് ചിമ്മാനക്കളി അല്ലാതെയും ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഉത്തര കേരളത്തിലെ പുലയന്മാരുടെ ഒരു കളിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പാടുന്ന അല്ലെ, അത് ഈ പറയുന്ന ഗ്രാമീണ നാടക രൂപം എന്ന് പറയാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് ചിമ്മാനക്കളിപ്പാട്ട് എന്ന് പറയുന്നത്. ഊഞ്ഞാൽപ്പാട്ട്, തിരുവാതിര ഒക്കെ ബന്ധപ്പെട്ട് പാടുന്ന പൊതുവെയുള്ള പാട്ടുകളാണ്. വടക്കൻ പാട്ടുകൾ ഈ പറഞ്ഞതുപോലെ ഞാറ്റുപാട്ടുകളായിട്ടോ അരവു പാട്ടുകളായിട്ടോ ഒക്കെ പാടുന്ന പാടത്ത് ഞാറ് നടുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കല്യാണ തലേന്ന് ഈ തേങ്ങ അരയ്ക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടുകളായിട്ടാണ് പൊതുവെ ഉള്ളത്. അനുഷ്ഠാന ബന്ധമില്ല എന്ന കാര്യവും എനിക്കറിയാം. ഓക്കെ, അടുത്ത ഈ പറഞ്ഞ മേഖലയിൽ 5 ചോദ്യങ്ങൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ആദ്യത്തെ മോഡ്യൂളിൽ എത്തിയതേ ഉള്ളൂ. അവസാനത്തെ ഒരു ചോദ്യം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഇത് ഈ പറഞ്ഞ പോലെ ഭാഷാ പരിണാമവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. ഞാൻ പല മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ ഇതൊരു ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ പ്രാചീന സാഹിത്യമാണെങ്കിലും പ്രാചീന സാഹിത്യം നമ്മൾ പഠിക്കുന്ന ഭാഷാ പരിണാമവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ. കാണാം മാഷെ. അതെ, അത് താരുടെയും മണം പുണർന്നതെന്നുള്ളതിനകത്ത് ഏതൊക്കെ നയങ്ങളാണ് വന്നിരിക്കുന്നത് ചോദ്യമാണ് അല്ലെ. അംഗബന്ധം, താലവ്യത്യാസം, സ്വരസംഭരണം, വിലോപസംഗ്രഹം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ സ്വരസംഭരണം അനുനാസികാദി പ്രശ്നം. ഓക്കെ, ഏതാണ് സ്വരസംഭരണം, അനുനാസികാദി പ്രസരം എന്നുള്ളതാണെന്ന് അറിയാം. എന്ന് പറയുന്നത് താരിട എന്നുള്ളതും അല്ലെ. ഉണർന്ന എന്ന് പറയുന്ന ഒരു വര, താരിടയിൽ മണം ഉണർന്ന് തരുന്നിര തടയുന്നു വായുന്ന മാരുതദേവൻ വന്ന് അല്ലെ വഴിയതെന്ത് അരുളി ചെയ്താൻ എന്നൊക്കെ പറയുന്ന ഈ ഹനുമാൻ അവിടെ ചെല്ലുമ്പോൾ സീതയിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗത്തുള്ള വരികളാണെന്ന് അറിയാം. ഈ വരികൾ നിരന്തരമായിട്ട് കോട്ട് ചെയ്യപ്പെട്ട വരികൾ കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്രയാണ് പ്രാചീനവുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങളിലൂടെ 5 മേഖലകളെയും സാമാന്യമായിട്ട് സ്പർശിച്ചു എന്ന് മാത്രം. ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഇതേപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കുറെ നമ്മൾ നേരത്തെയുള്ള മെറ്റീരിയൽസിനകത്ത് മുഴുവൻ അത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയും ചില കാര്യങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റും. ഈ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് അതിന് താഴെ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ജംബോ സാധനങ്ങൾ തയ്യാറാക്കുന്നതിന് പകരം ഉള്ള കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുക എന്നതാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം. ഇത്തരം പരീക്ഷകൾക്ക് പഠിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് തൊട്ടടുത്ത മോഡ്യൂളായുള്ള ആധുനിക സാഹിത്യം എന്നത്. പ്രാചീന സാഹിത്യം പഠിക്കുന്നത് പോലെ അല്ല നമ്മൾ ആധുനിക സാഹിത്യം. നിങ്ങൾ ചോദ്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും പ്രാചീന സാഹിത്യത്തിൽ വരുന്ന ചോദ്യങ്ങളല്ല ആധുനിക സാഹിത്യത്തിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആധുനിക സാഹിത്യം എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് ഓർക്കണം അല്ലെ. ഇപ്പൊ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 10ഓളം കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ ഒന്ന് അതിന്റെ ഒരു സാഹിത്യ ചരിത്രപരമായ ചില കാര്യങ്ങൾ പലപ്പോഴും അതിനകത്ത് ചോദിക്കും അല്ലെ. എന്ന് വെച്ചാൽ അതിന്റെ ഒരു ഈ പറയുന്ന ഏത് കാലത്താണ് അല്ലെ എന്നൊക്കെ തുടങ്ങിയതിന്റെ കാലപരമായ ചില സംഗതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അപൂർവമായിട്ടെങ്കിലും വരാറുണ്ട്. സാഹിത്യ ചരിത്രപരമായ ചില അല്ലെങ്കിൽ അതിന്റെ ചില ക്രൊണോളജിക്കൽ ചില പൊസിഷനുകൾ അല്ലെ അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പറഞ്ഞ ആധുനിക കവിത്രയും മറ്റേ കവിത്രയും അത്തരം ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ആദ്യം എഴുതിയത് ആദ്യത്തെ കവിത ഏതാണ്, ആദ്യത്തെ നോവൽ ഏതാണ്, ആദ്യത്തെ കഥ ഏതാണ്, അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഓർഡർ എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അല്ലെ. ഇപ്പൊ ഉദാഹരണമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥ എന്താണ്,
2 3 നോവൽ എഴുതുന്നുണ്ട്, അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്താണ്? ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ, വ്യത്യസ്ത എഴുത്തുകാരുടെ ചോദ്യങ്ങൾ വരാം. അങ്ങനെ കഥയിലായാലും കവിതയിലായാലും ഒക്കെ അത്തരം ചില ചോദ്യങ്ങൾ നമുക്ക് അതിന്റെ സാഹിത്യ ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാം. അപ്പൊ അത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന കവിമുദ്രകൾ ഉണ്ടായിരിക്കും, സിഗ്നേച്ചർ ആയിട്ടുള്ള കവിയുമായി ബന്ധപ്പെട്ട ചില സിഗ്നേച്ചർ, ചില കവികളെ നമ്മൾ ചില പേരുകളൊക്കെ ഇട്ടുപിടിക്കും. സാഹിത്യ നമസ്സിലെ പുള്ളി മീൻ എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ, ഇങ്ങനെ നമ്മൾ പല ആളുകളെയും നമ്മൾ അല്ലെങ്കിൽ ചില അത്ര ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ ചില പ്രത്യേക രീതികൾ, ചില ഭാഷാ രീതികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചില പ്രത്യേകതകൾ, ഈ പോലെ ആദ്യത്തെ എന്താ പറയുക ഈ എക്സ്പ്രഷനിസ്റ്റ് സംഗതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഇന്നയാൾ അവതാരിക എഴുതി, ഇങ്ങനെയൊക്കെയുള്ള ചില സിഗ്നേച്ചർ സംഗതികൾ ഉണ്ടാവും. ഇപ്പോൾ കേസരി അവതാരിക എഴുതി ഇന്നതാണ്, ഇന്നതില്ല, ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ നമ്മൾ അങ്ങനെയുള്ള ചില സിഗ്നേച്ചേഴ്സ് ഉണ്ടാവും, അതിനകത്തുള്ള പ്രയോഗങ്ങളിൽ ഉണ്ടായിരിക്കാം, അയാളുടെ കവിതയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആ സിഗ്നേച്ചർ ആയിട്ട് ചില കാര്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില ആ കവിക്കുള്ള ചില പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കവിമുദ്രകൾ, അതിനകത്തുള്ള ചില കവിമുദ്രകൾ വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് റിയലിസവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് വരാം, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഭാഷാപരമായ കാര്യങ്ങൾ, വൈലോപ്പിള്ളിയെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ കവിതയുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചില ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞ ഒറ്റ കവിതകളാണ്. ഈ മറ്റ് രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചില പ്രത്യേക വളരെ പ്രധാനപ്പെട്ട ചില ഒറ്റ കവിതകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴമായാലും, സഖ്യന്റെ മകനായാലും, അല്ലെ ചങ്ങമ്പുഴയുടെ രമണനായാലും, അല്ലെങ്കിൽ കാവ്യനർത്തകിയായാലും, ഇങ്ങനെയുള്ള മനസ്സിനി പോലെയൊക്കെയുള്ള ചില പ്രധാനപ്പെട്ട ചില കവിതകളും അതുമായി, ഇപ്പൊ ഉദാഹരണമായിട്ട് ആശാനാണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന പോലെ ലീലയോ, അല്ലെങ്കിൽ നളിനിയോ, ചിന്താവിഷ്ടയായ സീതയോ, കരുണയോ, ഇത് നമുക്ക് സ്ഥിരമായി ചോദിക്കും. പക്ഷെ അവര് ദുരവസ്ഥയും ചോദിക്കും, ബാക്കി കവിതകൾക്ക് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ കവിതയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കവിതകൾ ഉണ്ടായിരിക്കും. ആ കവിതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും. പിന്നെ അത് പ്രമേയ സവിശേഷതയാണ്, അത് സ്ഥിരമായിട്ട് ചോദിക്കും. ഇന്ന പ്രമേയം കേന്ദ്രമായിട്ടുള്ള ഇന്ന കവിത എന്നാണ്. ഈ പ്രമേയത്തെ ആധാരമാക്കി എഴുതിയ 4 5 കവികളെ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെയും വരാം. ഇന്ന പ്രമേയം ആധാരമാക്കി കവിത എഴുതിയിട്ടില്ലാത്ത ആരാണ്? ഇപ്പൊ കഴിഞ്ഞ ഇതിനകത്തൊക്കെ അത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ ബഷീറിന് സമർപ്പിച്ചത്, മറ്റേത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പുതിയ ഈ പറഞ്ഞ വെർച്വൽ ലോകത്തെ അവതരിപ്പിക്കുന്ന കവിത ഏതാണ്? അങ്ങനെ ഇതിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തിയിട്ട് പലപ്പോഴും അത്തരം ചില, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃത്യുവാഞ്ച എന്ന് പറയുന്ന സാധനം അവതരിപ്പിക്കുന്ന കവിതകൾ, അല്ലെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിലാപകാവ്യത്തിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, പിന്നെ സ്വഭാവത്തിലുള്ളത്, ആധുനികമായ ചമ്പു ചെയ്ത് തുടങ്ങിയ അതിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആധുനികതാവാദം, കാൽപ്പനികത, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിയലിസം പോലുള്ള കാര്യങ്ങൾ, ആധുനികാനന്തരതയുടെ ഒരു ഘട്ടം എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അത്തരം കുറെ അസ്തിത്വവാദപരമായിട്ടുള്ള നോവൽ ഏതാണ്, അങ്ങനെയുള്ള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ വരാം. പിന്നെ അതിന്റെ നറേറ്റീവ് ആഖ്യാന ഘടകങ്ങൾ ഉണ്ടാവും, നറേറ്റീവ് എലമെന്റ്സുമായി ബന്ധപ്പെട്ട്, നറേറ്റീവ് ടെക്നിക്സുകൾ, ആഖ്യാന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന രീതിയിൽ ബോധധാര രീതിയിൽ എഴുതപ്പെട്ട നോവൽ, അല്ലെ അങ്ങനെയുള്ള പല ചില സാഹചര്യം, ആദി രൂപാത്മകമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത്, അങ്ങനെയുള്ള അതിന്റെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ കാർണിവൽ സംസ്കാരം, ഇങ്ങനെ പലതരത്തിലുള്ള അത്തരം ആഖ്യാന തന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിന്റെ ആഖ്യാന ഘടകങ്ങളും തന്ത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ പഴയ ഒരു ഭാഷ ഉപയോഗിച്ചിട്ട്, ഉദാഹരണമായിട്ട് ദ്രാവിഡ ഭാഷയിൽ എഴുതപ്പെട്ട നോവൽ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആദിവാസി ഭാഷയിൽ എഴുതപ്പെട്ട നോവൽ എന്താണ്, ഒരു പ്രത്യേക ഈ സ്വഗതാഖ്യാന സ്വഭാവത്തിൽ എഴുതിയൊരു സാധനം എന്താണ്, അതിന്റെ നറേറ്റീവ്, ഈ പറയുന്ന നമ്മൾ സ്ഥിരം പറയുന്ന ഒരു സംഗതി, അതിന്റെ ഫോക്കലൈസേഷൻ എന്ന് പറയുന്ന സംഗതി, അതായത് നറേറ്റീവ് വോയിസ് ആരുടേതാണ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കുറെ സംഗതികളിനകത്ത് ഈ പറയുന്ന ആഖ്യാന തന്ത്രങ്ങൾ പലതരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള, വിജയനെ കുറിച്ച് ദേവദാസിനെയോ, അല്ലെങ്കിൽ ഏറ്റവും പുതിയ എഴുത്തുകാർ സക്കറിയെ കൊണ്ട് എഴുത്തുകാർ അന്യാപദേശ സ്വഭാവത്തിൽ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പാരഡി പോലുള്ള കാര്യങ്ങൾ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ ആഖ്യാന സവിശേഷത വെച്ചുള്ള സംഗതികൾ ഉണ്ടാവാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം സാഹിത്യ വിമർശനമാണ്. ഈ കൃതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാഹിത്യ വിമർശനങ്ങളിൽ ഊന്നിക്കൊണ്ട് ആ കഥയെ അല്ലെങ്കിൽ കവിതയെ ചോദിക്കുന്ന, പിന്നെ ആളിന്റെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ മറ്റേ കൃതികളെ കുറിച്ച് മാത്രമുള്ള ബഷീറിന്റെ എം.എൻ. വിജയന്റെ പഠനം എന്താണ്, ബഷീറിനെ കുറിച്ചുള്ള പഠനം എന്താണ്, അല്ലെങ്കിൽ ഇന്ന കൃതി ഇന്നതാണ് എന്നൊക്കെ പറയുന്നതിൽ വക്കീൽ രക്തം പുരണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ചില അല്ലെങ്കിൽ ഈ പറയുന്ന പരാജയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് അല്പം അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കേസിലുള്ള നിരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഈ വിമർശകന്മാർ പ്രത്യേക, അല്ലെങ്കിൽ മാമ്പഴത്തെ കുറിച്ചിട്ടോ പ്രസിദ്ധമായ വിജയൻ മാഷിന്റെ ചില നിരീക്ഷണങ്ങൾ, ഇങ്ങനെ ആ കൃതിയുമായി ബന്ധപ്പെടുത്തിയ വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനവുമായി ബന്ധപ്പെട്ട ചില ഹിഗിന്റെയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ധാരാളം ശിശിരജന്റെയോ അല്ലെങ്കിൽ എം ടി അൻസാറിന്റെയോ ഒക്കെ ചില അഭിപ്രായങ്ങൾ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഒരു
എന്താ പറയാ കഥയെ അല്ലെങ്കിൽ കവിതയെ ഒക്കെ പരാമർശിക്കുന്ന തരം ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ മറ്റൊന്ന് വളരെ സിമ്പിളായ ചോദ്യമാണ്. അവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, വയലാർ അവാർഡ്, ജ്ഞാനപീഠം അല്ലെ പ്രധാനമായാണ് മേഖലകളിൽ നിന്നാണ് എല്ലാ അവാർഡുകളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില അവാർഡുകൾ മാത്രം അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി, ജ്ഞാനപീഠവും, കേരള സാഹിത്യ അക്കാദമി, അതുപോലെ തന്നെ വയലാർ അവാർഡ് ഒക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ചോദിക്കാറില്ല. അപ്പൊ അത്തരം ചില അവാർഡുകൾ ചിലപ്പോൾ ഓടക്കുഴൽ പുരസ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. നോർമലി ഇത്തരം സംഗതികളാണ്. പിന്നെ ഉദ്ധരണികളാണ് വളരെ പ്രസിദ്ധമായ ഒരുപാട് തന്നെ. ഇപ്പോൾ ഉദ്ധരണികളെ കുറിച്ച് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില ഉദ്ധരണികൾ. അപ്പൊ അങ്ങനെയുള്ള വരികൾ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശൃംഖലാബന്ധങ്ങൾ, ഈ കവികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, മറുപടികൾ അല്ലെ ഇന്നയാൾക്ക് ഇന്നയാൾ മറുപടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ വന്നത്, അങ്ങനെ കവിതകളുടെ ഒരു ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഈ പറയുന്ന എന്താ പറയാ ഇന്ത്യയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ മഹിമയെ ആവിഷ്കരിക്കുന്ന 3 കൃതികൾ 3 പേര് എഴുതിയെങ്കിൽ അങ്ങനെയുള്ള പരസ്പരം ബന്ധമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രമേയത്തെ കേന്ദ്രീകരിച്ചതും ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള ശൃംഖലാബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും മുൻകാല കവികളുടെ പാരഡികളായിട്ട് അതേ പേരിൽ അതേ സ്വഭാവത്തിൽ ഇപ്പൊ തങ്ങളുടെ രമണന് പകരം KGS രമണൻ എഴുതുന്നു. ഇങ്ങനെയുള്ള നിരന്തരം പാരഡികളുടെ സ്വഭാവത്തിലോ ഫാസിസ്റ്റുകളുടെ സ്വഭാവത്തിലോ മുൻകാല കൃതികളുമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ള ചില ചോദ്യങ്ങളും വരാം. ഇത്രയാണ് ആധുനികതയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പ്രധാനമായിട്ടും വരാവുന്ന. അപ്പൊ ആ മേഖലയിലെ ചില ചോദ്യങ്ങളൊന്ന് ഓടിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. നല്ല ഭാഷ പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ് എന്ന് പറയുന്ന. അപ്പൊ തന്നെ നമുക്ക് നല്ല ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാം അല്ലെ. ഏത് മാസികയിലാണ്? നമുക്ക് മാസിക വിദ്യാവിനോദിനിയാണ് അല്ലെ. മലയാളത്തിലെ ഈ പറയുന്ന സാഹിത്യ മാസികയുടെ ഒരു വലിയ സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഖണ്ഡന വിമർശനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീടാണ് അതിന്റെ പത്രാധിപരാവുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അത് നല്ല ഭാഷ എന്ന് പറയുന്നത് അല്ലെ ആ കൃതിയുടെ പ്രത്യേകത നമുക്ക് ഓർമ്മയുണ്ടാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അല്ലെ കൊല്ലവർഷം 1966 അദ്ദേഹം എഴുതിയിട്ടുള്ള എന്താ പറയാ അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും പെട്ടെന്ന്? നല്ല ഭാഷ CP അച്യുതമേനോൻ സംസ്കൃതമില്ലാതെ പറഞ്ഞതിനെ തുടർന്ന് പച്ചമലയാളത്തിൽ എഴുതിയ കൃതിയാണ്. പച്ചമലയാളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അല്ലെ ഈ പറയുന്നത് പോലെ നല്ല ഭാഷ എന്നുള്ളത്. അവിടെ നല്ല ഭാഷ എന്നുള്ള പ്രയോഗം തന്നെ എന്താണ്? പച്ചമലയാളത്തിന് ആദ്യകാലത്ത് കൊടുത്തിരുന്ന ഒരു പേര് നല്ല ഭാഷ എന്നായിരുന്നു. പിന്നീടാണ് പച്ചമലയാളം എന്നായത്. ഈ നല്ല ഭാഷ അല്ലെ നേരത്തെ കമന്റ് ഈ സംസ്കൃത പദരഹിതമായ ഭാഷ എന്നുള്ള അർത്ഥത്തിലാണ് അച്യുതമേനോൻ. സംസ്കൃത പദരഹിതമായ ഭാഷയാണ് നല്ല ഭാഷ എന്ന് അച്യുതമേനോൻ തന്നെ നമുക്ക് പറയുന്നുണ്ട് അല്ലെ. പിന്നീട് ഉണ്ടായ ഒരു വാക്ക് പച്ചഭാഷ എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. ഈ പച്ചമലയാളം അതുപോലെ തന്നെ നല്ല ഭാഷ എന്നുള്ള പച്ചഭാഷ എന്ന് പറയുന്നത് അത് ഉദയാലങ്കാരം അല്ലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അലങ്കാര ശാസ്ത്രഗ്രന്ഥം അല്ലെ. ഉദയാലങ്കാരം KC നാരായണ നമ്പ്യാരുടെ ഉദയാലങ്കാരത്തിൽ അദ്ദേഹം പഠിക്കുന്നത് പച്ചഭാഷ എന്നാണ്. അപ്പോൾ പച്ചമലയാളം എന്നുള്ള അതിന്റെ പേരുകളും പച്ചമലയാള പ്രസ്ഥാനത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പച്ചഭാഷ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പൊ പച്ചമലയാളവുമായി ബന്ധപ്പെട്ട കുറെ കൃതികളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട ആള് കുണ്ടൂർ അല്ലെ. കുണ്ടൂരിന്റെ കൃതികളാണ് അല്ലെ. കുണ്ടൂരിന്റെ കൃതികൾ ഏതൊക്കെയാണ്? 4 ഭാഷാ കാവ്യങ്ങളല്ലേ. പല ഈ പറഞ്ഞ 1979 അദ്ദേഹം കോമപ്പൻ ആദ്യം എഴുതുന്നു അല്ലെ. ഇപ്പൊ കോമപ്പനിലെ ചില കഥാപാത്രങ്ങളല്ലേ, കോമപ്പനുണ്ട്, ഉണ്ണിയമ്മ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. കോമപ്പനകത്ത് ചില വരികൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഊണും കഴിഞ്ഞ് ഇരവിലൊന്നും മുറുക്കി മിന്നൽ നാണിച്ചിരുന്ന മടവാരോട് മൊത്ത് അല്ലെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാവ്യത തുടങ്ങുന്ന ഭാഗത്ത് വരുന്ന ചില വരികളുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാടൂറും ഇങ്ങനെ പക്ഷേ ഈ പറഞ്ഞ പ്രീ റൊമാൻറ്റിക് പീരീഡിലേക്കുള്ള ഒരു നോട്ടം അതാണ് നമ്മൾ പച്ചമലയാള പ്രസ്ഥാനത്തെ കുറിച്ച് പറയാറുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗതാനുഗതികത്വം അല്ലെങ്കിൽ സാമ്പ്രദായികത വിട്ടുകൊണ്ടുള്ള അല്ലെ ആ പണി എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന നാടൂറും ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും ബോധുന്ന ഒരു പണി കഴിയില്ല എനിക്ക് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ അതിനകത്തുള്ള വരികളൊക്കെ ആ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്തായാലും ആ ഒരു സംഗതി 120 ശ്ലോകങ്ങളുള്ള അല്ലെ ഈ പറയുന്ന ദ്വിതീയാക്ഷര പ്രാസവാക്ക നില അല്ലെ അത് നമ്മൾ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമലയാളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അതിന്റെ കാവ്യശയ്യ എന്ന് പറയുന്നത് എന്താണ്? അത് കൗതുകം മാത്രമായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ ഭാവുകത്തെ പൂർണ്ണമായും ഈ പറഞ്ഞ നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ നിന്ന് എന്താ വിച്ഛേദിപ്പിക്കുന്ന ഒരു തരം കാവ്യശൈലി ഒന്നും അതിനകത്തുണ്ടായിരുന്നില്ല. പൂർണ്ണമായും നിയോ ക്ലാസിക് പാരമ്പര്യത്തിൽ തന്നെ വരുന്ന എന്നാൽ ഈ പറയുന്നത് പോലെ ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ പൊതുവെ കൊടുങ്ങല്ലൂർ കേരള അത്തരം ചില കളികൾ അല്ലെ ഗെയിമുകൾ നടത്തിയ ആളുകളാണ് കവിതയിൽ നമുക്കറിയാം. അപ്പൊ അവര് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ കൂട്ടുകവിത എഴുതുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ പറയുന്ന സമസ്യാപൂരണം പോലുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. അപ്പോ ഈ പറയുന്ന തങ്കമ്മ എന്ന് പറയുന്ന പച്ചമലയാള
കവിതയിൽ അത് ഉള്ളൂരും കൊടുങ്ങല്ലൂർ തമ്പുരാനും ചേർന്നിട്ടാണ് തങ്കമ്മ എന്ന് പറയുന്ന കവിത എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനകത്ത് ഒരു ടവറിംഗ് ഫിഗറാന്ന് നമുക്കറിയാം അല്ലെ, കൊടുങ്ങല്ലൂർ കോവിലകം അതിന്റെ കളരി അല്ലെ. അപ്പൊ ആ രീതിയിൽ മഹാഭാരതത്തിന്റെ തർജ്ജമ അങ്ങനെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമുക്ക് വരാം അല്ലെ. ഈ പറയുന്ന ഏകാംഗ സാഹിത്യ അക്കാദമി എന്നൊക്കെ അകവൂർ നാരായണൻ ഏകാംഗ സാഹിത്യ അക്കാദമി എന്നൊക്കെയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ വിളിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു കവിത ഒടി എന്ന് പറയുന്ന അല്ലെ, ഒടിയൻ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെ, ഈ കൊച്ചുകുഞ്ഞി പങ്കു നായർ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമുണ്ട് അല്ലെ. അപ്പൊ ഒടി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ലക്ഷ്മിഭായി മാസികയിൽ അല്ലെ, ലക്ഷ്മിഭായി മാസിക എന്ന് പറയുമ്പോൾ മാസികയുടെ പ്രത്യേകത നമുക്ക് ഓർമ്മ ഉണ്ടാവണം, നമ്മുടെ വനിതാ പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രം ഓർമ്മയുണ്ടാവണം. എന്തായാലും ഈ 4 ഭാഷാ കാവ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലെ. അതിനകത്ത് ഈ കോമപ്പനുണ്ട്, കണ്ണനുണ്ട് അല്ലെ, കാക്കനാരുണ്ട്, പിന്നെ ശക്തൻ തമ്പുരാൻ അല്ലെ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന കവിതകളുണ്ട്. ഇത് കൂടാതെ തന്നെ അദ്ദേഹം പാക്കനാരുടെ അച്ഛൻ, പാർവതി, വഞ്ചകൻ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന വാശിയുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ വേറെയും കുറെ കവിതകളുണ്ട്. ഉള്ളൂരിനും വേറെ കുറെ കവിതകളുണ്ട്. ഈ പറയുന്ന നേർച്ച പോലുള്ള ഒരു നേർച്ച പോലുള്ള കവിതകളുണ്ട്. അതുപോലെ PG രാമയ്യരാണ് അതുപോലെ പശ്ചിമമലയാള പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആള്. അതുപോലെ തന്നെ വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാവണം അല്ലെ. അപ്പൊ അത് ഉള്ളൂര് അദ്ദേഹത്തിന്റെ സാഹിത്യ ചരിത്രത്തിനകത്ത് ഈ പറയുന്ന പശ്ചിമമലയാള പ്രസ്ഥാനത്തിന് 5 പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സാഹിത്യരത്നം വായിക്കുമ്പോൾ ഈ പറയുന്ന പശ്ചിമമലയാള പ്രസ്ഥാനത്തിന് അകത്ത് അല്ലെങ്കിൽ മലയാള കാവ്യ പ്രസ്ഥാനത്തിനകത്ത് ഇവർ വരുത്തി വെച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം നമ്പർ ചെയ്തുകൊണ്ട് 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഭരിത രസികത ചേർക്കുന്നതും കർണസുഖം വരുത്തുക, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക വൈദർഭി രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, കഴിയുന്നത്ര മലയാള പദങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ലിസ്റ്റ് ചെയ്ത് പറയുന്ന സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട കുറെ ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഈ പൂന്തോട്ടത്തച്ഛൻ നമ്പൂതിരി, വെൺമണി നമ്പൂതിരി, അതുപോലെ കടുവത്തച്ഛൻ നമ്പൂതിരി, മകൻ നമ്പൂതിരി, ഉറവങ്കര നീലാണ്ടൻ നമ്പൂതിരിപ്പാട്, കൊട്ടാരത്തി ശങ്കുണ്ണി, കുണ്ടൂർ നാരായണ മേനോനും അല്ലെങ്കിൽ കാത്തുള്ളി അച്യുത മേനോൻ എന്നൊക്കെ പറയുന്ന ഒരു നിര എഴുത്തുകാർ ആ സമയത്തുണ്ട്. അപ്പൊ അവര് പലതരം സാഹിത്യ വിനോദങ്ങൾ എന്ന് പറയാം, സാഹിത്യ വ്യവഹാരങ്ങളിലാണ് സാമാന്യ വ്യവഹാരങ്ങളെ കവിതയിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത്. അതിന് സാഹിത്യം നമുക്ക് വിളിക്കാമോ എന്നറിയില്ല. അല്ലെങ്കിൽ പറഞ്ഞ പോലെ കത്തുകളായാലും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന വിവാഹ മംഗളങ്ങൾ അല്ലെ, തപാൽ വിലാസം എഴുതുന്നത്, ഈ പറഞ്ഞ പോലെ അമ്പലക്കാട്ട് മീനാക്ഷി അമ്മ ധരിക്കുവാൻ പെരിന്തൽമണ്ണ പോസ്റ്റലിന് PV കൃഷ്ണവാര്യർ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്താ പറയാ കത്തിന്റെ മേൽവിലാസം പോലും മലയാളത്തിൽ എഴുതുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ തന്നെ മാത്രമാണ് അവർ കവിതയെ കണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ്രുതകവനവും അല്ലെങ്കിൽ സംശയാപകരണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ദ്രുത കവിത രീതിയെ കുറിച്ചുള്ള ചില സംഗതികളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ, അതാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവേണ്ട ചില കാര്യങ്ങൾ. ഈ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. തൊട്ടടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ കവിത്രയ ഘട്ടം അല്ലെ. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് കവിത്രയ ഘട്ടമാണ്. ചോദ്യം: പൂർണ്ണ വിശ്രമ സൗഖ്യം എന്ന ചരമ കവിത ആരെ പറ്റിയാണ് എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലെ. പൂർണ്ണ വിശ്രമ സൗഖ്യം ആരെ പറ്റിയാണ്? ഓക്കെ, അറിയാവോ? അതിനെ കുറിച്ച് ധാരണയുണ്ടോ? ഇല്ല മാഷെ. ഓക്കെ, ഈ ഒരു കവിത അത്ര ശ്രദ്ധിക്കപ്പെട്ട കവിതയല്ല. അത്ര ഒരു ചോദ്യം, പക്ഷെ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയും. ഈ കവിത പൂർണ്ണവിശ്രമ സൗഖ്യം എന്ന് പറയുന്ന കവിത വള്ളത്തോൾ ആശാനെ പറ്റി എഴുതിയൊരു കവിത. നമ്മളങ്ങനെ ആ പത്ര വള്ളത്തോൾ ആശാൻ മരിച്ച സമയത്ത് എഴുതിയൊരു കവിതയാണ്. അവർ തമ്മിൽ കണ്ടിട്ടില്ല. മാത്രമല്ല പലതരം വള്ളത്തോളും ആശാനും തമ്മിലൊക്കെയുള്ള പലതരം സംഗതികളും അതിന്റെ പറകിലുള്ള ജാതീയമായ ചില സാധനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളുണ്ട്. പ്രത്യേകിച്ച് PK നാരായണപിള്ളയുടെ കൈരളിധ്വനി എന്ന് പറയുന്ന പുസ്തകം തന്നെ, അദ്ദേഹത്തിന്റെ ഒരു കാവ്യലക്ഷണ ഗ്രന്ഥം തന്നെ ദുന്യാലോകത്തിന്റെ ഏറ്റവും നല്ല മലയാള വ്യാഖ്യാനമാണെന്ന് എനിക്കറിയാം, മലയാള അവതരണമാണെന്നറിയാം. ആ കൈരളിധ്വനി എഴുതുന്നത് തന്നെ ആശാനേക്കാൾ വലിയ കവിയാണ് വള്ളത്തോൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് എന്താ പറയാ പ്രധാനപ്പെട്ട പരസ്യമായ രഹസ്യം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം അതിനകത്ത് ധ്വനി കാവ്യങ്ങൾക്ക് മുഴുവൻ ഉദാഹരിക്കുന്ന വള്ളത്തോളിന്റെ കവിതകളാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ വള്ളത്തോളും ആശാനും തമ്മിൽ അങ്ങനത്തെ വളരെ വ്യത്യസ്തമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ കവിത മറ്റൊരു കാര്യം പട്ടാമ്പിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ സമഭാവനി എന്ന് പറയുന്ന ഒരു മാസികയാണ് പട്ടാമ്പിയിൽ നിന്നൊന്ന് പ്രസിദ്ധീകരിച്ച 1999 പ്രസിദ്ധീകരിച്ച സമഭാവനി എന്ന് പറയുന്ന മാസികയിലേക്കാണ് വള്ളത്തോളന്ന് കുന്നുകുളത്തായിരുന്നു ഈ മരണം ആരോ എനിക്ക് തോന്നുന്നത് SK നായർ ആരോ അറിയിച്ചിട്ടാണ് ഇത് അറിയുന്നത്.
അങ്ങനെ അദ്ദേഹം അതിനുശേഷം എഴുതുന്ന ഒരു കവിതയാണ് ഈ പറഞ്ഞ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനമുണ്ട് എന്നും പറയാം. അപ്പൊ വള്ളത്തോളും ആശാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ കവിതയുടെ പേരിൽ വള്ളത്തോളിന്റെ മഹാകാവ്യത്തെ എങ്ങനെയാണ് ആശാൻ വിമർശിച്ചത്, ആശാന്റെ ലീലയെ എങ്ങനെയാണ് വള്ളത്തോൾ വളരെ നിശ്ചിതമായി വിമർശിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ഓർമ്മയുണ്ടാവണം. എന്തായാലും ഈ കവിത ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. മാത്രമല്ല അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനകത്ത് തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഈ പറയുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് ഇവിടെ വന്ന സമയത്ത് അല്ലെ, ഈ പട്ടും വളയും വള്ളത്തോള് നിരസിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആശാൻ അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലെ. വള്ളത്തോൾ നിരസിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന വളരെ പ്രധാനമാണ്. എന്റെ ദേശീയ ആചാര്യനായ വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു, ദേശീയാചാര്യനായ ഗാന്ധിജി ജയിലിൽ കിടക്കുമ്പോൾ ഇത് എനിക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് വള്ളത്തോൾ പറഞ്ഞു. പക്ഷെ ആശാൻ അത് സ്വീകരിച്ചു. ദേശീയതയെ സംബന്ധിച്ച ആശാന്റെയും വള്ളത്തോളിന്റെയും നിലപാടുകൾ വേറെ വേറെ ആയിരുന്നു നമുക്ക് അറിയാം അല്ലെ. പരസ്പരം ഈ പറയുന്ന വിമർശനം, ഇപ്പൊ ചിത്രയോഗ മഹാകാവ്യത്തെ ഈ പറയുന്ന എന്താ പറയാ നെടുങ്കൻ കുതിരയോടാണ് ആശാൻ ഉപമിക്കുന്നത് നമുക്കറിയാം അല്ലെ. ലീലയെയും ധാരാളം വിമർശിക്കുകയും ലീലയ്ക്കകത്ത് തന്നെ കുഴപ്പങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന വളരെ വിശദമായിട്ട് അദ്ദേഹം ലീലയുടെ കുഴപ്പങ്ങൾ ഇത്ര ശ്ലോകങ്ങളാണ് അതിനകത്ത് ദോഷങ്ങൾ ഇല്ലാത്തത് എന്നൊക്കെ പറയുന്ന വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ശൃംഗാരമാണോ കരുണമാണോ തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തായാലും അത് ഓർമ്മയുണ്ടാവണം. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന ആ വള്ളത്തോൾ സ്കൂളിൽപ്പെട്ട പല ആളുകളും ഈ പറയുന്ന കാര്യത്തിനകത്ത് ഇവർക്ക് തമ്മിലുള്ള സംഘർഷങ്ങൾ, ആശാൻ ആയി ബന്ധപ്പെട്ട AR-മായി ബന്ധപ്പെട്ടിയ സംഘർഷങ്ങൾ, പി.കെ. നാരായണപിള്ള അതുപോലെ മറ്റുള്ള ആളുകൾ KC കേശവപിള്ള ഏത് ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നു, അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. ആശാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ, കവിതയ്ക്ക് പുറത്തുള്ള പോയിന്റ്സുകൾ ചോദ്യങ്ങൾ വരും. അതിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ ഈ പറയുന്ന എന്താ SNDP യുടെ രൂപീകരണം, അതുപോലെ തന്നെ ഈ പറയുന്ന യോഗനാഥം പോലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ കാര്യം, പിന്നെ വിവേകോദയത്തിന്റെ കാര്യം, അതുപോലെ തന്നെ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് അതായത് അദ്ദേഹം SNDP-യിൽ നിന്ന് പോകുന്നത്, അതിന്റെ ഭാഗമായി അദ്ദേഹം എഴുതുന്ന കവിത അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അദ്ദേഹം നിയമസഭാംഗമായത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള മറ്റൊരു കാര്യമാണ് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാൽ പ്രാസവാദവുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത് അല്ലെ. വാസന തികവുള്ള ഭവാൻ പ്രാസം ഉപേക്ഷിപ്പത് എന്തൊരാവശ്യം അല്ലെ, കൂസൽ കൊണ്ടാണെന്ന അഭാസന്മാർ ഭ്രമം വരുത്താനോ എന്ന് ആരോട് പറഞ്ഞു. അത്ര ചില ചോദ്യങ്ങളൊക്കെ ആരോടെ ഒക്കെ എന്താന്ന് പറഞ്ഞ ചില ചോദ്യങ്ങൾ ഉണ്ടാവാം അല്ലെ. നടുവത്തച്ഛൻ നമ്പൂതിരി AR-നോട് പറഞ്ഞത്, കേരളവർമ്മ KC കേശവപിള്ളയോട്, പന്തളം കേരളവർമ്മ AR-നോട്, നടുവട്ടത്ത് മകൻ KC കേശവപിള്ളയോട്. അല്ലെ, ആദ്യ ഭാഗം മുഴുവൻ ഈ പ്രാസവാദത്തെ പ്രാസം വേണം എന്ന് വാദിക്കുന്ന ആളുകളും, രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രാസം വേണ്ട എന്ന് പറയുന്ന ആളുകളുമാണ് അല്ലെ. ഇലിയാക്ഷര പ്രാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള പ്രാസം അല്ലെങ്കിൽ കേരളവർമ്മ പ്രാസം എന്നൊക്കെ പല പേരുകൾ വിളിച്ച പ്രാസമാണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഉത്തരം ഏതാണ് എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഒരു കളിയാക്കുന്ന രീതിയിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെ. തുടർച്ചയായിട്ട് ഈ പറയുന്ന പ്രാസമില്ലാതെ എഴുതിയ അല്ലെ നടുവത്തച്ഛൻ നമ്പൂതിരി AR-നോട് പറഞ്ഞിട്ടുള്ള അല്ലെ, നടുവത്തച്ഛൻ നമ്പൂതിരി AR-നോടാണ് ഈ അത് പറയുന്നത് അല്ലെ. ദ്വിതീയാക്ഷര പ്രാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ അത് നമുക്ക് പക്ഷേ ലീലാതിലകത്തിലെ എതുക തൊട്ട് അല്ലെങ്കിൽ രാമചരിത്രത്തിൽ കാണുന്ന എതുക തൊട്ട് തന്നെ ഈ പ്രാസം ഉണ്ട് നമുക്കറിയാം അല്ലെ. തുടർച്ചയായിട്ടുള്ള എതുക അല്ലെ, അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ പ്രാസത്തിന് തന്നെ കേരള പ്രാസം, കേരളവർമ്മ പ്രാസം എന്ന് പറയാം. അതിന് പിൽക്കാലത്തുണ്ടായ മാറ്റം അല്ലെ. ആദ്യകാലത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വരവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ ഒരു വലിയ കൃത്യമായ എന്താ പറയാ നിഷ്കർഷ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഒരു രൂപം വേണം എന്നുണ്ടായിരുന്നില്ല. കാക്കി പകരം കീയോ അല്ലെങ്കിൽ ഗായോ ങ്ങായോ ഒക്കെ വന്നാലും ദ്വിതീയാക്ഷര പ്രാസമായിട്ട് പരിഗണിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് കേരളവർമ്മയാണ് അങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സജാതീയ ദ്വിതീയാക്ഷര പ്രാസം അല്ലെ, സജാതീയ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കേരളവർമ്മ പ്രാസം എന്ന രീതിയിൽ അല്ലെ AR തന്നെ അതിന് അങ്ങനത്തെ ഒരു സൂചന നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ വലിയ വിവാദങ്ങൾ അല്ലെ, അപ്പൊ അത് നടത്തിയ കൃത്യകൃത്വം എന്നൊക്കെ പറയുന്ന അല്ലെ, കൃത്യവിത്വം എന്നൊക്കെ പറയുന്ന അവർ തമ്മിലുള്ള വലിയ തർക്കങ്ങൾ വരുന്നുണ്ട്. 1891 അല്ലെ, മനോരമയിലാണ് അത് തുടങ്ങുന്നത് അല്ലെ. പാരലായിട്ട് ഈ പറയുന്ന CP അച്യുതമേനോന്റെ മാസികയിലും ഇതുപോലുള്ള ചില എന്താ പറയുക ലേഖനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലെത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ കൃത്യകൃത്വം അതുപോലെ കൃത്യവിത്വം തമ്മിലുള്ള ഈ വലിയ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ ലേഖനങ്ങൾ, 2 ലേഖനങ്ങൾ കൃത്യകൃത്യം പ്രസിദ്ധീകരിക്കുന്നു. അതിനെതിരെ പിന്നെയാണ് അതിലൊരു മറുപടി ഉണ്ടാകുന്നത്. തുടർന്ന് 2 കൂട്ടത്തിലും 2 ഭാഗത്തുമായിട്ട് കുറെ ആളുകൾ ഈ പറയുന്ന
നടുവത്തച്ഛൻ നമ്പൂതിരിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തുടങ്ങിയ ആളുകളൊക്കെ ഒരു ഭാഗത്തും അല്ലെ കേരളവർമ്മ പോലുള്ള ആളുകൾ, രാജരാജവർമ്മയും പുന്നശ്ശേരി നമ്പിയും അന്തപ്പായി പോലുള്ള ആളുകൾക്ക് ഇപ്പുറത്തും നിൽക്കുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഉള്ളൂര് പിക്കെ നാണപ്പിള്ള, കുണ്ടൂർ നാണമേനോൻ, അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ അതിന്റെ ഭാഗമായി ചേരുന്നു. അവിടെയും കേരളവർമ്മയും വള്ളത്തോളും ഒക്കെ ഏതാണ്ട് ഈ പറയുന്ന പ്രാസത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്. പക്ഷെ ആശാനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറവങ്കരിയോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ശരിയെ പോലുള്ള ആളുകളൊക്കെ AR രാജരാജവർമ്മയുടെ കൂടെ നിൽക്കുന്നു. KC കേശവപിള്ളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കേശവി എന്ന് പറയുന്ന മഹാകാവ്യം, അതോടൊപ്പം തന്നെ അതിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷാകവിത എന്ന് പറയുന്ന ഒരു ലേഖനവും അല്ലെ, ഭാഷാകവിത എന്ന് പറയുന്ന ഒരു ലേഖനവും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാസവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നീട് ഈ പ്രാസവാദം അവസാനിപ്പിക്കുന്ന നമ്മൾ കൂടിച്ചേരുകയും അതിനുശേഷം ഈ നിർബന്ധമില്ലാതെ AR കുറെ കൃതികൾ എഴുതുന്നു. മയൂര സന്ദേശത്തിന് മറുപടിയായിട്ട് അദ്ദേഹം മേഘദൂത് പ്രസിദ്ധീകരിക്കുന്നു. പിന്നീട് ഇവർ തമ്മിൽ യോജിപ്പിലെത്തുമ്പോൾ കേരള വർമ്മ ഈ പ്രാസമില്ലാതെ എഴുതിയ കൃതി ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഔദ്യോഗികത്തിന്റെ ഭാഗമായിട്ട് എഴുതിയ കൃതി ഏതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതും ഓർമ്മയുണ്ടാവേണ്ട ഒരു കാര്യമാണ്. ദൈവയോഗമാണെന്ന് നമുക്കറിയാം. പ്രാസവാദവുമായി ബന്ധപ്പെട്ട് കുറെ അതിനെ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ അങ്ങനെ കിട്ടും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കവിത്രത്തിലേക്കൂടെ എത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കവിത്രയും വിമർശനം തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധിപ്പിക്കുന്ന ചോദ്യമാണ് അല്ലെ. എന്താണ് ഈ ചോദ്യം? കവിത്രയ കവികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള മുണ്ടശ്ശേരിയുടെ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഓക്കെ, ഏതാണെന്ന് പെട്ടെന്ന് പറയാവോ? മാറ്റുലി. ഓക്കെ, മാറ്റുലി എന്ന് പറയുന്ന കൃതി അല്ലെ. പിന്നീട് അദ്ദേഹം മറ്റൊരു കൃതി കൂടെ ഇതിനകത്ത് ഞാൻ ഒഴിവാക്കിയൊരു കൃതിയുണ്ട്. അതേതാന്ന് പറയാവോ? കവിത്രയ കവിതകളെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൃതിയാണ് അന്തരീക്ഷം അല്ലെ. അന്തരീക്ഷം എന്ന് പറഞ്ഞ കൃതിയിലും ഈ പറഞ്ഞതുപോലെ വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും ഒക്കെ അല്ലെ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോ കരുണാമഗ്ദൽ മറിയം പിങ്കള അല്ലെ കൃതികളാണ് എവിടെയെങ്കിലും. മറ്റത്ത് ചിന്താവിഷ്ടയായ സീത, അച്ഛനും മകളും, കർണഭൂഷണം എന്നുള്ള കൃതികളെയാണ് അന്തരീക്ഷം എന്ന് പറയുന്ന കൃതിയിൽ താരതമ്യം ചെയ്ത് താരതമ്യ പഠനത്തിന് നല്ലൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. മറ്റു അദ്ദേഹത്തിന്റെ ഇതിനകത്ത് പൊട്ടുള്ളൊക്കെ ഈ പറയുന്ന പോലെ മുണ്ടശ്ശേരിയുടെ കൃതികൾ തന്നെയാണ്. പ്രയാണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ പുരോഗമന സാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൃതിയാണെന്നറിയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമാണ് രൂപഭദ്രതാവാദം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രൂപഭദ്രത എന്ന് പറയുന്ന 51 വന്ന പുസ്തകമുണ്ട്. മനുഷ്യകഥാനുഗായികൾ എന്ന് പറയുന്നത് പൊതുവെ കാൽപ്പനികതയെ പൂർണ്ണമായും ചേർത്ത് വെച്ചുകൊണ്ട് മനുഷ്യകഥാനുഗായി വളരെ പ്രസിദ്ധമായി നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു വലിയ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് മനുഷ്യകഥാനുഗായികൾ എന്ന് പറയുന്ന ഈ പറയുന്ന അല്ലെ ആശാനത്തെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ മുണ്ടശ്ശേരിയുടെ ഈ പുസ്തകത്തിന്റെ പേര് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ മുണ്ടശ്ശേരി ഏറ്റവും ഭീകരമായിട്ട് ഈ പറയുന്നത് പോലെ വള്ളത്തോളിനെ ആക്രമിച്ചിട്ടുണ്ട്. ആശാൻ ആ രീതിയിൽ തന്നെ എന്താ പറയാ ആ രീതിയിൽ നവോത്ഥാനമായിട്ട് ചേർത്ത് വെച്ച് വായിച്ചിട്ടുണ്ടെന്നറിയാം. ദുരവസ്ഥയെ പോലുള്ള കൃതികളെ അദ്ദേഹം കണ്ടെന്ന് പറയാം. മാത്രമല്ല വള്ളത്തോളിനെ കുറിച്ചുള്ള ഏറ്റവും പ്രസക്തമായ ചില നിരീക്ഷണങ്ങൾ ഒന്ന് അദ്ദേഹം ഈ പറയുന്ന ഫ്യൂഡൽ ശൃംഗാരമാണ് അദ്ദേഹത്തിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ എന്താ ലൈംഗികതയാണ് അതിനകത്ത് കളം കെട്ടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ 75% ലൈംഗികത എന്നൊക്കെ പറഞ്ഞ ശതമാനങ്ങളൊക്കെ അവതരിപ്പിച്ചയാളാണ് വള്ളത്തോൾ എന്ന് നമുക്കറിയാം. മാത്രമല്ല വള്ളത്തോളിന്റെ ദേശീയ ബോധം, വലിയ ദേശീയ കവി എന്നൊക്കെ നമ്മൾ പറയും. വള്ളത്തോളിന്റെ ദേശീയ ബോധത്തെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായ ഒരു നിലപാട് ആദ്യ ഘട്ടത്തിൽ എടുത്ത ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്നുള്ള പഠനങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ സനാതന ഹിന്ദു അല്ലെങ്കിൽ അത്തരം ഒരു സവർണ ഹിന്ദു പാരമ്പര്യം വർണ്ണാശ്രമ ധർമ്മത്തിൽ ഊന്നിയതാണ് വള്ളത്തോളിന്റെ ദേശീയ ബോധം എന്ന് പറയുന്ന ഹിന്ദു ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു പൗരാണിക ദേശീയ ബോധമാണ് വള്ളത്തോളിൽ ഉള്ളത് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചതാണ് ഈ പറയുന്ന എന്താ മുണ്ടശ്ശേരി. അപ്പൊ അതിനൊക്കെ ഒരു മറുപടി ആയിട്ട് കൂടിയാണ് ഈ പറയുന്ന കരളിധ്വനി പോലുള്ള കൃതികൾ ഉണ്ടാവുന്നത് എന്നുള്ള. അപ്പൊ അങ്ങനെ രണ്ട് സ്കൂളുകളായിട്ട് തന്നെ രണ്ട് കവികളും മാറിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യ വിമർശന ചരിത്രത്തിൽ നിന്ന് ഒരു ഓർമ്മയുണ്ടാവണം. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഉമാകേരളത്തെ കേരളവർമ്മ താരതമ്യം ചെയ്ത് എന്തുകൊണ്ട് ഏതിനോടാണ്? ഉള്ളൂരുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഉള്ളൂരിന്റെ ഉമാകേരളം എന്ന് പറയുന്ന അല്ലെ അദ്ദേഹത്തിന്റെ അല്ലെ കേരളത്തില് ഒട്ടും അങ്ങനെ ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിയല്ല എന്ന് നമുക്കറിയാം അല്ലെ. ഉമാകേരളം എന്ന് പറയുന്നത് ഏതിനാണെന്ന് നമുക്ക് അറിയാം. ഏതാണ്? നൈഷധീയ ചരിതം.
ചരിതമാണ് അല്ലെ. നൈഷധീയ ചരിതം പ്രത്യേകിച്ച് അതിന്റെ ഭാഷയുടെ കെട്ടക്കൊണ്ടാണ്. നൈഷധം എന്ന് പറയുന്നത് അല്ലെ നമുക്ക് കഴിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ള അല്ലെ, അദ്ദേഹത്തിന് ഉജ്ജ്വല ശബ്ദാഢ്യം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളൂരിന്റെ ഒരു ധനഗംഭീരമായ ഭാഷ അല്ലെ, അത് പിന്നീട് വിമർശന വിധേയമായിട്ടുണ്ട്. അതിനകത്തുള്ള ഓപ്ഷൻസും ഉള്ളൂരുമായി ബന്ധപ്പെട്ടാണ്. ഉള്ളൂരിന് ഏറ്റവും സ്വാധീനിച്ച കൃതിയാണ് മഹാഭാരതം എന്ന് പറയുന്നത് അല്ലെ. ഈ പറയുന്ന ഉമാകേരളത്തിന്റെ ഘടന അദ്ദേഹം രാമായണത്തിന് സർഗങ്ങളായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ. ഈ ഉമാകേരളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ എന്താ പറയാ നമ്മുടെ ഈ എന്താ പറയുക തിരുവിതാംകൂർ രാജചരിത്രവുമായി ബന്ധപ്പെട്ട രാജവംശ കഥയാണ്. രഘുവംശം എന്ന് പറഞ്ഞ രാജവംശ കഥയാണ് അല്ലെ. ഭാരതത്തിൽ പല തലങ്ങളിലും ഈ പറയുന്ന 4 ചോയ്സും ഉള്ളൂരിന്റെ ഉമാകേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ആ അർത്ഥത്തില് എന്താ പറയാ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രം ആയി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കവിത എന്നുള്ള രീതിയിലേക്ക് ഉള്ളൊരു സംഗതി. അതിന് നേരത്തെ ഉമയമ്മ റാണിയുമായിട്ട് അതിന് കാര്യമായ ബന്ധമില്ല എന്നൊക്കെ ചില കാര്യങ്ങൾ അല്ലെ. ഒരു 19 സർഗങ്ങളിലായിട്ട് ഒരു വലിയ മഹാകാവ്യമാണ് ഈ വിദ്യാക്ഷര പ്രാസവാദമൊക്കെ നിലനിർത്തിക്കൊണ്ട് ഉള്ളൊരു സംഗതിയാണ്. അതിൽ ഉപാസന എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനവും കൂടെ ഉണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ കൂടെ ഒരു പരീക്ഷയിനകത്ത് അങ്ങനെ കണ്ടിരുന്നു. അതിനൊരു വ്യാഖ്യാനത്തിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഇരിക്കാൻ തോന്നും അല്ലെ. 2 ചോദ്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാൻ തോന്നും. ഓക്കെ, കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന് പറയുന്ന കൃതി ആരുടേതാണ് എന്ന് പറയുന്ന ചോദ്യം. ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ എന്നറിയാം. ഇതേപോലെ തന്നെ പല പുസ്തകങ്ങളുമുണ്ട് അല്ലെ. അപ്പൊ പുസ്തകങ്ങൾ തമ്മിലുള്ള പേരുകളൊന്നും എന്താ പറയാ മാറാതിരിക്കാൻ ശങ്കുയർ ഏതാണ്ട് ഇതുപോലെ തന്നെ എന്താ പറയാ അജ്ഞാതമായ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ അങ്ങനെയുള്ള പേരുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം. വെച്ച് ഇളംകുളം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം അല്ലെ. പ്രധാനപ്പെട്ട ചില കൃതികൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നോട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലെങ്കിൽ ഈ സ്ലൈഡോടും നിങ്ങൾക്ക് കിട്ടും അല്ലെ. പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ കൃതികൾ ചിലത് ചോദിക്കും. പ്രധാനപ്പെട്ട ചില കൃതികളൊന്നും ഇളംകുളം പുസ്തകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആറ്റൂർ കൃഷ്ണപിഷാരുടേതായാലും പ്രത്യേകിച്ച് കേരളവും ക്രൈസ്തവ മിഷണറിമാരും എന്ന് പറയുന്ന പുസ്തകം, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അദ്ദേഹത്തിന്റെ തന്നെ ജൈനപദം കേരളത്തിൽ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ തന്നെ MGS നാരായണന്റെ കൃതികൾ, അതുപോലെ കേസരിയുടെ ചില കൃതികൾ, ചരിത്രത്തിന്റെ അടിവേരുകൾ പോലെ ഐതിഹ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചത് PK ബാലകൃഷ്ണന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം എന്നറിയാം. അതോടൊപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഭാസ്കരന്റെ പുസ്തകവും ഒരു നല്ല ചരിത്ര രേഖ എന്ന രീതിയിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുതിയ ചരിത്ര രീതിശാസ്ത്രം വെച്ചുകൊണ്ട് എഴുതപ്പെട്ടുള്ള എം ആർ രാഘവരുടെയും രാജൻ ഗുരുക്കളുടെയും KN ഗണേശിന്റെയും ഒക്കെ ഉള്ള ചരിത്ര സംഗതികൾ, അതോടൊപ്പം പഴയ ചില ചരിത്ര പഠനങ്ങൾ അല്ലെ, ഇത് ഓർമ്മയുണ്ടാവണം. ചില പ്രധാനപ്പെട്ട ചില കൃതികൾ ഏതാവുന്നത് തന്നെ കേരള ചരിത്രം എന്ന് പറയുന്നത്, അതുപോലെ തിരുവിതാംകൂർ ചരിത്രം പോലെയുള്ള ആദ്യകാല ചരിത്ര കൃതികൾ, ശ്രീധരമേനോന്റെ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം, കേരള ചരിത്രം തുടങ്ങിയ വ്യത്യസ്തമായ പുസ്തകങ്ങൾ. അതല്ലാതെ തന്നെ കേരള ചരിത്രത്തെ സംസ്കാര പഠനവുമായി ബന്ധപ്പെടുത്തിയിട്ട് സ്കറിയ സക്രിയെ പോലുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, കേരളത്തിലെ ഇന്നലകൾ പോലെയുള്ള പുതിയ രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ഓർമ്മയുണ്ടാവും. ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ ചോദിക്കും അല്ലെ. പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഉപാദാന സാമഗ്രികളുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നതാണ്. ഞാൻ ഏരിയ പ്രധാനപ്പെട്ട ഈ പറയുന്ന 6 മേഖലയുള്ള ഉപാദാന സാമഗ്രികളെ നിങ്ങൾ ഓർക്കണം അല്ലെ. അതിനകത്ത് ഈ പറയുന്ന ഏറ്റവും ആദ്യത്തെ കൃതികൾക്ക് സംസ്കൃതത്തിലുള്ള പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറയുന്നത്, സാഹിത്യമല്ലാത്ത അർത്ഥശാസ്ത്രം പോലുള്ള കൃതികൾ ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നത് അതല്ലേ. പുരാണങ്ങളിൽ തന്നെ അഗ്നിപുരാണം പോലുള്ള പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് കേരളത്തെ കുറിച്ച് എന്നുള്ളത് അറിയാം. കേരളത്തിൽ നിന്നുണ്ടായ സംസ്കൃത കൃതികൾ ധാരാളം ഉണ്ടെന്നൊക്കെ അറിയാം. കുലശേഖരന്മാരുടെ കാലത്ത് സംസ്കൃത കൃതികൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മൂഷകവംശം വളരെ പ്രധാനമാണ്. കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മൂഷകവംശത്തെ അടയാളപ്പെടുത്താം. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ മൂഷകവംശം ഏതാണ്, അതിന്റെ ബന്ധം ഏഴിമലയിലെ നന്ദന്മാർ അല്ലെ, അതിന് തുടർച്ചയായ രാജവംശങ്ങൾ അല്ലെ തുടങ്ങിയ ഓരത്തിരി പോലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം എന്നുള്ളതാണ് ആ മേഖലയിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവുന്ന കാര്യം. അതോടൊപ്പം തന്നെ അതിനകത്ത് മറ്റൊരു യൂണിറ്റാണ് സംഘം ലിറ്ററേച്ചർ. സംഘകാലമുണ്ട്, 2 പ്രധാനപ്പെട്ട സംഘങ്ങൾ. സംഘം ലിറ്ററേച്ചറിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കൃതികൾ അല്ലെ, അങ്ങനെ 8 തുകയും 10 പാട്ടിലെയും ചില പ്രധാനപ്പെട്ട കൃതികൾ. അതേതേതിലെ നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 10 വളരെ പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചേര രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത്. ഈ സംഘം കൃതികളിൽ പെടാത്ത ചില പൊതു കൃതികൾ 15 അതുപോലെ തൊൽക്കാപ്പിയും ചിലപ്പതികാരവും മണിമേഖലയും പോലെ അവിടെ ബുദ്ധ-ജൈന ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഈ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കാണാറുണ്ട്. അതുപോലെ ഈ പറയുന്ന പത്തിനിക്കടവുളിന് ഈ പറയുന്ന എന്താ പറയാ ഈ ശില
പോയ രാജാവ് ആരാണ്, അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊന്ന് അച്ചിചരിതങ്ങളാണ്, പ്രാചീന അച്ചിചരിതങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന അല്ലെ, ആ അർത്ഥത്തിൽ ഒരു പൂർണ്ണമായ എന്താ പറയുക ഒരു ചരിത്രം, ആദ്യത്തെ ചരിത്രം നമുക്ക് പറയാവുന്ന തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി പ്രധാനപ്പെട്ട സഞ്ചാരികൾ, കേരളത്തിലേക്ക് വന്ന സഞ്ചാരികൾ അവരെവിടെയാണ് വന്നത്, ഏത് കാലത്താണ് വന്നത്, അവരുടെ പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയാണ് ചില മുസ്ലിസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ചേരതലസ്ഥാനം കരൂരാണെന്ന് പറഞ്ഞതാണ്, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. യൂറോപ്യൻ സഞ്ചാരികൾ കൊളോണിയൽ പീരീഡിന് ശേഷം പലരും വരുന്നത്, ചിലർക്ക് ഉദ്യോഗസ്ഥന്മാരായിട്ടും കൂടിയുണ്ട്. അപ്പൊ അവരെഴുതിയിട്ട് ചില പുസ്തകങ്ങൾ, പെരുമാക്കന്മാരുടെ രാജ്യം പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ മലബാർ മാനുവൽ പോലെയൊക്കെയുള്ള അവരുടെ ജോലി ഇവിടെ എന്തായിരുന്നു, അത്തരം ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ഫ്രാൻസിസ് ബുക്കാനന്റെ ഒക്കെ ബുക്കാനൻ കണ്ട കേരളം പോലുള്ള പുസ്തകങ്ങൾ, അത്രയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം. ദെൻ ശാസനങ്ങൾ, പ്രധാനപ്പെട്ട ശാസനങ്ങളിൽ തന്നെ പല പല ചോദ്യങ്ങൾ വരാം. ആദ്യത്തെ ശാസനം ഏതാണ്, കൊല്ലവർഷം രേഖപ്പെടുത്തിയ ശാസനം ഏതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന 2-3 ശാസനങ്ങളിലുള്ള കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന ദേവദാസി പരാമർശമുള്ള ശാസനം ഏതാണ്, അങ്ങനെയുള്ള ശാസനവുമായി ബന്ധപ്പെട്ട ശാസനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ്, സാക്ഷികൾ ആരൊക്കെയായിരുന്നു, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ 5 വണ്ണം എന്ന് പറയുന്ന വളരെ പ്രബലമാണ് എന്ന് പറയുന്ന ശാസനം ഏതാണ്, 5 വണ്ണത്തെ കുറിച്ച് പരാമർശമുള്ള ശാസനം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റ് ഈ പറഞ്ഞ ഭൗതിക വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട ചില കോട്ടകൾ അല്ലെ, പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിലാണ് കോട്ടകൾ ഉണ്ടാവുന്നത്. ഇംഗ്ലീഷുകാരും പോർച്ചുഗാരും ഡച്ചുകാരുടെയൊക്കെ പേരിലുള്ള കോട്ടകളും, അതുപോലെ നാണയങ്ങൾ, പ്രധാനപ്പെട്ട ഇവിടെ പല കാലങ്ങളിൽ ഉണ്ടായിരുന്ന നാണയങ്ങൾ ഏതൊക്കെയാണ്, ചില സാഹിത്യ കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന നാണയങ്ങൾ ഏതൊക്കെയാണ്, അത്തരം ചില ചോദ്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് നമുക്ക് വരുന്നത് തിണകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ച് 2 ശാഖകളുണ്ട്. 2 ശാഖയിലും രാജാക്കന്മാരുണ്ട് അല്ലെ. ആ രാജാക്കന്മാർ അവർ തമ്മിലുള്ള താവഴി ബന്ധങ്ങൾ, സഹോദരന്മാരാണ്, പുത്രന്മാരാണ് അല്ലെ. ആ 2 ശാഖയിലും ആരെ കുറിച്ചാണ് പാടിയത്, ഈ പ്രത്യേക 10 പാട്ടിന് 18 ഏത് പാട്ട്, ഏത് പാണനാണ് അല്ലെങ്കിൽ ഏത് ഗായകനാണ് ഈ പറയുന്ന രാജാവിനെ കുറിച്ച് പാടിയത് തുടങ്ങിയ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അത്തരം ചില ചോദ്യങ്ങളും ഓർമ്മയുണ്ടാവും. ഇതാണ് അതിന്റെ രാജവംശാവലി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന രാജവംശാവലിയാണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രാജവംശാവലിയെ നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മുടെ ബന്ധവും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് 10 രാജാക്കന്മാരുടെ ഡീറ്റെയിൽസ് നമുക്ക് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി 1000 രാജാക്കന്മാരുണ്ട്. അതിനകത്ത് 3 രാജാക്കന്മാരാണ് നമ്മുടെ പേര് ഉള്ള രാജാക്കന്മാർ. പിന്നീട് അത് എങ്ങനെയാണ് പിൽക്കാലത്ത് ഈ പറയുന്ന വേണാട് പോലുള്ള രാജവംശമായി മാറിയത് എന്നുള്ളത് അറിയാവുന്ന ചരിത്രം. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ആ കാലത്ത് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട സംഘകാലത്ത് ചില ചോദ്യങ്ങളൊക്കെ, ഇപ്പൊ മടലേറൽ, വടക്കിരിക്ക ചെയ്ത ആരാണ്, അല്ലെങ്കിൽ കറപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഇന്ന തിണയുടെ ദേവൻ എന്താണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, എന്തായാലും ചില ചോദ്യങ്ങളിൽ നിന്ന് നമുക്കത് അവസാനിപ്പിക്കാം ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരവുമാണ്. അതിനെക്കുറിച്ച് തർക്കങ്ങളുമുണ്ട്. എങ്കിലും നമ്മൾ സാമാന്യമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യം എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെയല്ല എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനകത്ത് ഏതാണെന്നറിയാമല്ലോ അല്ലെ, ഏതാണെന്നുള്ളത്. അതുപോലെ ഈ പറയുന്നത് പോലെ കാക്കയെ പാടിനിയ പറഞ്ഞ ആരെ കുറിച്ചാണ് പാടിയത്, പിന്നെ ആരെങ്കിലും ആരെ കുറിച്ച് പാടി എന്ന് പറയുന്ന അത്തരം ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആടുകൂട്ട് പാട്ട് ചെയ്യല്ല, അതിനെ കുറിച്ച് ആണ് അവര് പാടുന്നത് അല്ലെ, പ്രതിത്വത്തില് അങ്ങനെ ആരൊക്കെ എന്നുള്ളത് അല്ലെ. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ എന്താ പറയാ നമ്മുടെ സാമഗ്രികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന അല്ലെ ആദ്യത്തെ പരാമർശങ്ങളിൽ ഒന്നും ഇതിനാണെന്ന് നമുക്കറിയാം അല്ലെ. ചൂർണി നദിയെ കുറിച്ച്, ചൂർണി നദി ഏതാണെന്നുള്ളത് അല്ലെ, ഏതാണ് ചൂർണി നദി? അർത്ഥശാസ്ത്രമാണ് ഉത്തരം എന്ന് നിങ്ങൾക്ക് അറിയാം. അർത്ഥശാസ്ത്രമാണെന്നുള്ളത് അറിയാം അല്ലെ. കേരള പരാമർശമുള്ള കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അല്ലെ. ഈ കേരള പരാമർശം രഘുവംശമാണ്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഓണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഓണത്തെക്കുറിച്ച് ആദ്യ പരാമർശം വരുന്നത് അല്ലെ ഈ പറയുന്ന പഴയ മധുരൈ കാഞ്ചിയിലാണ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു വിമർശനവും പിന്നെ ഏതും കൂടി ഉണ്ടെന്ന് മുതലേ പെട്ടെന്ന് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഓക്കെ അല്ലെ, രസികരഞ്ജിനി അല്ലെ, വേറെന്തോ ചോദിച്ചോ? അല്ല, ഭാഷാശാസ്ത്രം കൂടിയല്ലേ? യെസ്, ഓക്കെ. അതിനകത്ത് ഓക്കെ, രസികരഞ്ജിനി എന്ന് പറയുന്നത് അല്ലെ തുടങ്ങിയത് എന്നാണ് എന്നുള്ളത് നമ്മുടെ ആദ്യകാല മാസികകളിൽ ഒന്നല്ലേ, തൃശ്ശൂർ വളരെ ആദ്യകാല മാസികകളിൽ ഒന്നാണ്. അപ്പം തമ്പുരാനാണ് അത് തുടങ്ങിയത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് ഈ വർഷങ്ങളൊക്കെ ഏതൊക്കെയോ മാസികകൾ തുടങ്ങിയതാണ് അല്ലെ. 1890 അല്ലെ മനോരമ ഉണ്ടാവുന്നു, വിദ്യാവിനോദിനി
89-90 ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. 89 ഡിസംബർ 90, ചില പുസ്തകങ്ങളൊക്കെ 90 കാണാൻ ചിലത് 89 ആണ്, രണ്ട് ശരിയാണ്. പിന്നെ നസീർ എഞ്ചിനി അല്ലെ 1909 ഉണ്ടാകുന്നത് അല്ലെ. ഈ പറയുന്ന ആദ്യത്തെ ഈ ഒരു സാഹിത്യ മാസിക ഏതാണെന്നറിയാവോ? ആദ്യത്തെ സാഹിത്യ മാസിക അങ്ങനെ വിദ്യാവിലാസിനി അല്ലെ, അത് 1881 1881 ഈ ഇതെല്ലാം സാഹിത്യ മാസികകളാണ് അല്ലെ. 1889 വരുന്ന ഒന്നാണ്. അല്ലപ്പോ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കറിയാം പത്രമാസികകളിലൂടെയാണ്, ആനുകാലികങ്ങളിലൂടെയാണ് സാഹിത്യ വിമർശനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ ആദ്യത്തെ ഈ ആനുകാലികങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഈ അറിയാവുന്നതുപോലെ ആ സാഹിത്യ വിമർശനം പറയുമ്പോൾ നമുക്ക് പല പല ഘട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. പല പല ഘട്ടങ്ങളായി തരംതിരിച്ച് കാര്യം വലിയ യുക്തികളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളത്തിന്റെ സാഹിത്യ വിമർശന ചരിത്രം എഴുതിയ ആരാണ്? സാഹിത്യ വിമർശനത്തിന്റെ ഒരു ചരിത്രം എഴുതിയാണ് അല്ലെ. വലിയ വിവാദമൊക്കെയുള്ള സാഹിത്യ അല്ലെ, സുകുമാർ അഴീക്കോടിന്റെ സാഹിത്യ ചരിത്രമാണ് നിങ്ങൾക്കറിയാം അല്ലെ. അതിന് അദ്ദേഹം പല ഘട്ടങ്ങളായിട്ട് ഈ നമ്മുടെ സാഹിത്യ വിമർശനത്തെ പല ഘട്ടങ്ങളായിട്ട് അദ്ദേഹം വിളിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം അല്ലെ. കേരളവർമ്മ യുഗമെന്നും രാജരാജ യുഗമെന്നും ത്രിമൂർത്തി യുഗമെന്നും പ്രാചീന യുഗം എന്നൊക്കെ പറയുന്ന അല്ലെ. അദ്ദേഹം പല ഘട്ടങ്ങളായിട്ട്, ഇപ്പൊ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് 1590 മുമ്പാണ് വിമർശനം തുടങ്ങുന്നത്. സാഹിത്യ വിമർശനം കേരളവർമ്മയിലാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. 1021 വർഷം 1890 മുതൽ 11 വരെയാണ് ഈ പറയുന്ന കേരളവർമ്മ യുഗം എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് കുറച്ചു കാലം ഇതുപോലെ തന്നെ 10-24 വർഷക്കാലം 36 വരെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന രാജരാജയുഗം എന്ന് പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ സാഹിത്യ വിമർശനത്തിലെ എല്ലാറ്റിനെയും അടുപ്പുപോലെ 3 വെക്കുക എന്നുള്ള നമ്മുടെ രീതി. അപ്പൊ ആ രീതിയിൽ നമ്മൾ മാരാര് അല്ലെങ്കിൽ മുണ്ടശ്ശേരി MP പോൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് ത്രിമൂർത്തി യുഗം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 60-ന് ശേഷം വർത്തമാന യുഗം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സ്കീമാണ് അദ്ദേഹം നടത്തുന്നത് അല്ലെ. ഇതിനകത്ത് ഈ പ്രതിഷ്ഠാഘട്ടം എന്ന് അദ്ദേഹം പറയുന്നത് ഏത് യുഗമാണ്? രാജരാജയുഗമാണ് അല്ലെ. പ്രതിഷ്ഠാഘട്ടം എന്ന് പറയുന്നത് രാജരാജ യുഗമാണ് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ആ ഒരു പേരുകളൊക്കെ ഒന്ന് ഓർമ്മയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലെ. മറ്റു പ്രാരംഭഘട്ടം പൂർവ്വഘട്ടം എന്നുള്ള പേരിലാണ് പറയുന്നത്. പ്രതിഷ്ഠായുഗം അത് നമ്മുടെ സാഹിത്യ വിമർശനത്തിന് പ്രതിഷ്ഠ നേടിയ ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതും ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആനുകാലികങ്ങളിൽ സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിൽക്കാല ഒരു നിരീക്ഷണമാണ് ഈ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്തൊരു ഭയങ്കര കൊല്ലാക്കൊല എന്ന് ഉണ്ട്, എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നത് അല്ലെ. ഏതാണ്? മനോരമ വിജയത്തിന്റെ വയസ്കര മൂസിന്റെ മനോരമ വിജയത്തെ കുറിച്ചാണ് അതിഭീകരമായിട്ട് അദ്ദേഹം ആക്രമിക്കുന്ന CPHമാരുടെ ഏറ്റവും കടല വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് ഓർമ്മയുണ്ടാവണം. ദെൻ ധർമ്മരാജയെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അറിയില്ല, ധർമ്മരാജയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ്? സ്വദേശാഭിമാനി. സ്വദേശാഭിമാനിയാണ് ധർമ്മരാജ ഏറ്റവും ആദ്യമായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അത് ഓർമ്മയുണ്ടാവണം അല്ലെ. പ്രാസവാദം എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഗതിയാണ് അല്ലെ. പ്രാസവാദം ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ട ചോദ്യമാണ് അല്ലെ. പ്രാസവാദം എന്ന പേരിൽ ആ പറയുന്ന ലേഖനങ്ങളൊക്കെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച ആളുണ്ട്. ആരാണ്? SK വസന്തൻ. വസന്തൻ മാഷിനെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് എപ്പോഴും പ്രധാനപ്പെട്ട അവാർഡ് കിട്ടി. ചിലപ്പോൾ അത് അല്ലെ ഏറ്റവും ആനുകാലികമായ ചോദ്യത്തിനകത്ത് അവാർഡ് വരാനുള്ള സാധ്യത. ഏത് അവാർഡെന്ന് പറയാമോ? എഴുത്തച്ഛൻ അവാർഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നേരത്തെ പുരസ്കാരങ്ങൾ പറഞ്ഞിരുന്നില്ല. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് പ്രസവാദം എന്ന് പറയുന്ന ഒരു ചോദ്യം. ഓക്കെ, ഞാൻ ഭാഷാശാസ്ത്രം അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ചെറിയൊരു മൊഡ്യൂൾ മാത്രമാണ് അതിനകത്തിട്ടുണ്ടായിരുന്നത്. ചില ചോദ്യങ്ങളുള്ളത് ഒന്ന് ഓടിച്ച് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെ. ഏതാണ് ഉത്തരം എന്ന് പറയാമോ? മനുഷ്യഭാഷയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് വ്യതിരിക്ത സ്വഭാവമല്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ചോദ്യത്തിനുള്ള കാരണം ചോദ്യം അല്പം കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യം ഞാൻ തുടക്കത്തിന്റെ പറഞ്ഞ ചോദ്യം വളരെ കൃത്യമായിട്ട് വായിക്കുകയും അതിനെ ഡീകോഡിങ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചോദ്യത്തിന്റെ ഘടനയ്ക്കകത്തുണ്ട് അല്ലെ. എന്താണ് ഇതിന്റെ ഉത്തരം? ശബ്ദവൃത്തിയാണ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു വ്യതിരിക്ത സ്വഭാവമല്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. മനുഷ്യഭാഷയുടെ കുറെ സവിശേഷതകൾ നമ്മൾ നമ്മൾ പറഞ്ഞിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യവും അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ
പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യഭാഷയും മൃഗഭാഷയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വളരെ റയറായിട്ട് കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഭാഷാശാസ്ത്രത്തിനകത്ത് പ്രധാനമായിട്ടും ചില പ്രധാനപ്പെട്ട ചില കൃതികളെ കുറിച്ച് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ തുടക്കക്കാരുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ജീനിയോളജിക്കൽ ആൻഡ് ടൈപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ സാധാരണ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് അല്ലെ, ഉദാഹരണമായിട്ട് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് അല്ലെ? അതിന് പല ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നത് ഏത് കൃതിയാണ്? രണ്ട് ഉത്തരമാണെന്ന് നമുക്കറിയാം അല്ലെ. ഏതാണത്? ഇവിടെ നമുക്ക് ഫെർഡിനാൻഡ് ഡി സെസൂർ ആണ് എന്നറിയാം അല്ലെ. പോസ്റ്റ് ഡി ലിംഗ്വിസ്റ്റിക് ജനറൽ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അല്ലെ. നോം ചോംസ്കി അല്ലെ, അദ്ദേഹം നമ്മൾ പറയുന്നത് വേറെ ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ആസ്പെക്ട് ഗ്രാമറും ഉണ്ട്, സിന്റാക്ടിക് സ്ട്രക്ചേഴ്സ് പോലുള്ള പുസ്തകങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എന്നറിയാം. ചാൾസ് ഹോക്കറ്റ് ഉണ്ട് അല്ലെ. ചാൾസ് ഹോക്കറ്റ് ആധുനിക ഭാഷാശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കോഴ്സ് ഇൻ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് പോലുള്ള പുസ്തകങ്ങൾ അല്ലെ. ബ്ലൂംഫീൽഡ് ആണ് മറ്റൊരു പ്രധാന സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ്, അമേരിക്കൻ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയതിലും പ്രധാനപ്പെട്ട ആള് ലിയോണാൾഡ് ബ്ലൂംഫീൽഡ് ആണെന്ന് അറിയാം. ബ്ലൂംഫീൽഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകമാണ് അല്ലെ. ആ ലാംഗ്വേജ് എന്നുള്ള പുസ്തകത്തെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കാറുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. സെസൂറിന്റെ ദ്വന്ദ്ങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടായാൽ മതി. വ്യത്യസ്ത ഭാഷാശാസ്ത്ര സമീപനങ്ങളും അതിന്റെ മേഖലയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഠന മേഖലകളുമായി ബന്ധപ്പെട്ട ചില ഏതൊക്കെയാണ് ഭാഷാശാസ്ത്രത്തിന്റെ കോർ ഏരിയാസ്, അതിന്റെ അനുബന്ധ മേഖലകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചില ചോദ്യങ്ങൾ, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് വരെയുള്ള ചില ചോദ്യങ്ങൾ വരാം അല്ലെ. ചില ഗോത്ര വർഗവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് ഇവിടെ വരുന്നത്, ഭാഷാ വിഭജനവുമായി ബന്ധപ്പെടുത്തി അല്ലെ. ഏതൊക്കെയാണത് പറയാവോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാവോ? സന്താളി ഏത് ഭാഷ, ഇന്ത്യൻ ഭാഷാ ക്ഷേത്രമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇന്ത്യൻ ഭാഷാ ക്ഷേത്രമാണെന്ന് പറഞ്ഞത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യ ആസ് എ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞത് അതെ. അപ്പൊ എന്താണ് ഭാഷാ ക്ഷേത്രം എന്ന് എനിക്കറിയാം. വ്യത്യസ്ത ഗോത്രങ്ങൾ ഗോത്രങ്ങൾ തമ്മിൽ ഭാഷാപരമായ ഇടകലകളിലില്ല എന്ന് പറയുന്ന ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ ആദ്യഘട്ടത്തിലെ സിദ്ധാന്തങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതുകയും ആ ഭാഷാശാസ്ത്രത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പോകുന്നത് ഭാഷാ ഗോത്രങ്ങൾ തമ്മിൽ ഇടകലരാമെന്നും അല്ലെ, അവയുടെ വ്യാകരണപരമായിട്ട് തന്നെ ഇടകലരാൻ തുടങ്ങിയ ചില കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ ഭാഷാശാസ്ത്രത്തിൽ വലിയൊരു മാറ്റം ആധുനിക ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിലേക്ക് ഒരു മാറ്റത്തിന്റെ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സന്താളി എന്ന് പറയുന്ന ഒരു ഏത് ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്? ഇന്ത്യയിൽ ഒരു 4 ഗോത്രങ്ങളെങ്കിലും വ്യത്യസ്തമായ ഗോത്രങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഗോത്രങ്ങൾ 4 ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. ഇൻഡോ ആര്യനാണ്, സിനോ ടിബറ്റനാണ്, മുണ്ടയാണ്, ദ്രവീഡിയാണ്. ഏതാണെന്ന് പറയാമോ? ഇനി ഊഹം. മുണ്ടയാണെന്ന് പറയാം. അത് ഈ പറഞ്ഞ ഈ ആസ്ട്രോഏഷ്യാറ്റിക് എന്നൊക്കെ പറയാവുന്ന ആ ഒരു മേഖലയിൽപ്പെട്ട എന്താ പറയാ, ഈ പാണ്ഡു എന്നൊക്കെ പറയുന്ന ഗോത്രത്തിൽപ്പെട്ട മുണ്ട എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു ഭാഷയാണ്. സന്താളി എന്ന് പറയുന്നത് അല്ലെ, സന്താളി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷയാണെന്ന് നമുക്കറിയാം. തീർച്ചയായും വലിയ ട്രഡീഷണൽ ഒരു ഭാഷയാണ് അല്ലെ. അപ്പൊ ആ ഈ നൊമാഡിക് കൾച്ചറൊക്കെ ഇതാണ്. അപ്പൊ അത് സിനോ ടിബറ്റൻ ഭാഷകളും നമ്മുടെ പ്രദേശത്തിന്റെ ഇൻഡോ ആര്യനുണ്ട്, ദ്രവീഡിയനും. ചോദ്യം ഓർമ്മയുണ്ടാവണം. ഭാഷകളുടെ വർഗീകരണത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലെ. പ്രധാനപ്പെട്ട കക്ഷ്യാ വിഭജനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാവാം. ഈ പറയുന്ന സംശ്ലിഷ്ട കക്ഷിയിൽ നിന്ന് വൈകൃത കക്ഷിയിലേക്ക് ഭാഷ പ്രവേശിക്കുകയാണെന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കാം അല്ലെ. ഈ പറയുന്ന ഭാഷാ ഗോത്രങ്ങൾക്കകത്ത് തന്നെ ഇപ്പൊ ഇംഗ്ലീഷും സംസ്കൃതവും ചേർത്തുകൊണ്ട് അതിനകത്ത് ഏത് ഭാഷയാണ് സംശ്ലിഷ്ട കക്ഷിയിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കരുത്, സംസ്കൃതം മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടും. കാരണം അപകൃത കക്ഷിയിലേക്ക് ഇംഗ്ലീഷ് പോയിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഈ ഒരു ചോദ്യം ചോദിക്കാൻ ടൈപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് സാധാരണ പരിഗണിക്കാത്തത് ഏത് എന്നുള്ളതാണ് അല്ലെ. വാക്യഘടന, ഫോണോളജി, മോർഫോളജി, ചരിത്രപരമായ വികാസം. ഏതാണ്? ചരിത്രപരമായ വികാസം. ബാക്കിയൊക്കെ അതിന്റെ ഘടനാപരമായ കാര്യമാണ്. ടൈപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പദസംരചനകളും വാക്യരചനയും എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ടൈപ്പോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അതിന്റെ ജീനിയോളജിയുമായി ബന്ധപ്പെട്ട്, അതിന്റെ വംശാവലിയുമായി ബന്ധപ്പെട്ട് ചരിത്രാത്മകമായ ഭാഷാ വിഭജനത്തെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജീനിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഗോത്ര വിഭജനം എന്ന് പറയുന്നത് നമുക്കറിയാം. ഓക്കെ, പ്രധാനപ്പെട്ട ഭാഷാ ഗോത്രങ്ങളുടെ പേര് ഒന്ന് വിളിച്ചു നോക്കണം. അതിനകത്ത് ഇന്ന ഭാഷയിലെ ഏത് ഭാഷ ഏത് ഗോത്രത്തിലാണ് തുടങ്ങിയ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഗോത്രത്തിൽപ്പെട്ട ഭാഷയ്ക്ക് ഉദാഹരണം നൽകുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ. 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഭാഷാ ഗോത്രങ്ങൾ ആകെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ പുസ്തകങ്ങളിലും ഗോത്രങ്ങളുടെ എണ്ണവും അതുപോലെ ഗോത്രങ്ങളുടെ പേരും അതിന്റെ സ്വഭാവവും ഒക്കെ വേറെയാണ് എന്നുള്ളത്. അത്തരം ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടാവും.
ഇനിയുള്ളത് നമുക്ക് വ്യത്യസ്ത തരം ഭാഷകളാണ് അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന അന്തർദേശീയ ഭാഷ ഏതാണ്, വോളാപ്പ് ഓഫ് ബേസിക് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന എസ്പെറന്റോ എന്നൊക്കെ പറഞ്ഞ ചില ഭാഷകൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തുകൊണ്ട് അന്തർദേശീയ ഭാഷ ഏതാണെന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങൾ, ഈ പറഞ്ഞ ഈ കൃത്രിമ ഭാഷ ഏതാണെന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ഭാഷാഭേദ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. ചില പ്രത്യേക മേഖലയിലെ രഹസ്യ ഭാഷയുടെ ഉദാഹരണം ഏതെന്നൊക്കെ പറയുന്ന അല്ലെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പരീക്ഷ ചോദിക്കാൻ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെടുത്തിയ രഹസ്യ ഭാഷ ഏതാണ്, അത്ര ചില ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അത് അത്രയൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നൊരു ചോദ്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ടെലിഗ്രാഫിക് അട്ടറൻസ് പോലെയുള്ള നമ്മുടെ ഭാഷാ ലിംഗ്വിസ്റ്റിക് ഓണ്ടോളജിയുമായി ബന്ധപ്പെട്ട ഭാഷാ വികാസവുമായി, ഭാഷാപരമായ സത്താവികാസവുമായി ബന്ധപ്പെട്ട് ശിശുഭാഷയും അതിന്റെ വ്യത്യസ്തമായ 5 ഘട്ടങ്ങളും ആ ഘട്ടങ്ങൾക്കകത്തുള്ള ഓരോ സ്റ്റേജുകളും, ഈ കൂവൽ ഘട്ടം എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ചില ടെലിഗ്രാഫിക് അട്ടറൻസ് പോലുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. ഇത്രയാണ് ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് ഭാഷാശാസ്ത്രത്തിൽ കാര്യമായിട്ട് ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് വരാവുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ആധുനിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബേസിക് ആയി വരേണ്ട ചോദ്യങ്ങളും അല്ലെങ്കിൽ ഗോത്ര വിഭജനവുമായി ബന്ധപ്പെട്ട എന്ന ചോദ്യങ്ങളായിരിക്കും. ഇതാണ് സാമാന്യമായിട്ട് നമ്മളിപ്പോ കവർ ചെയ്ത 5 യൂണിറ്റുകളെയും ഒന്ന് ഓടിച്ച് ഞാനൊന്ന് പോവുകയാണ് ചെയ്തത്. നോട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ, അഡീഷണൽ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കുക. പല ആളുകൾ ഞാൻ ചിലപ്പോൾ 600ഓളം ചോദ്യങ്ങളുണ്ട്. ഈ 600ഓളം ചോദ്യങ്ങൾ അത് വരാവുന്ന ഒരു വലിയ ഏരിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ അല്ലെ 5 യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് അത്രയും ചോദ്യങ്ങൾ നമുക്ക് കുറെ മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യങ്ങളുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് 5 ഏരിയയിൽ നമുക്ക് ഒരു 50 ചോദ്യങ്ങൾ ആ ഏരിയയിൽ നമ്മൾ ഓൾറെഡി ജനറേറ്റ് ചെയ്തവിടെ ഉണ്ടാവും. അതിനകത്ത് ഒരു 50 ചോദ്യങ്ങൾ കൂടെ ചേർത്താൽ അതിനപ്പുറം വേറെ ചോദ്യങ്ങൾ വരാനില്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് 10ഓ 12ഓ ചോദ്യങ്ങൾ സ്വയം ആലോചിച്ച് അതിനോട് ചേർത്ത് ഇതേപോലെ നോട്ട്ബുക്കുകളിൽ ബുള്ളറ്റ് ഫോമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പഠനം എന്ന് പറഞ്ഞാൽ വളരെ ആയാസകരമായിട്ട് അവസാനം നിങ്ങൾ ആ ബുള്ളറ്റ് ഫോമിലെ നോട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിൽ ഒരുപാട് പുസ്തകങ്ങളിൽ ചിതറി ഇങ്ങനെ പലരുടെ കുട്ടികളെയും ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് മൊത്തം ഏരിയ പെട്ടെന്ന് പരീക്ഷയ്ക്ക് മുമ്പ് കവർ ചെയ്യാവുന്ന രീതിയിൽ വളരെ സ്ട്രക്ചർഡ്, അതായത് നിങ്ങൾക്ക് പിന്നീട് ഉപകരിക്കും. കാരണം അതിൽ നിന്ന് ആലോചിച്ച് പുതിയ പോയിന്റ്സുകൾ ഉണ്ടാക്കാനും അതിനൊക്കെ സഹായിക്കും. ഇതാണ് ആ ഒരു പഠനത്തെ കുറിച്ച് സാമാന്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മോക്ക് ടെസ്റ്റ് എഴുതുക. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പക്ഷേ നെഗറ്റീവ് മാർക്കുള്ള 2 ടെസ്റ്റുകൾ അതിനകത്തുണ്ട്, ഇല്ലാത്ത ടെസ്റ്റുകളുണ്ട്. വീക്ക്ലി ടെസ്റ്റുകൾ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ പലതവണ അറ്റൻഡ് ചെയ്യാവുന്ന ടെസ്റ്റുകൾ മുഴുവൻ മാർക്ക് കിട്ടുന്നവരെയും നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം അതിന്റെ ഓപ്ഷൻസ് മാറും, ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ മാറും. അങ്ങനെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തമ്മിലുള്ള ചോദ്യ ഉത്തരം തമ്മിൽ നിങ്ങൾ അറിയാതെ തന്നെ വളരെ ഉള്ളിലേക്ക് ഇന്റർനലൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ്. അതിനെ പ്ലേഫുൾ ആയിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് എഴുതുക. ഒരു തവണ മാത്രമായിട്ട് ഒരിക്കലും എഴുതാതിരിക്കരുത്. ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പിന്നീട് 2 3 ആഴ്ച കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇപ്പൊ നമ്മൾ ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. കാരണം നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുക, സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു റിഫ്ലക്റ്റീവ് ജേർണൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പുരോഗതി നിങ്ങൾക്ക് അവിടെ സ്വയം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ടഫായ ഏരിയകൾ ഏതൊക്കെയാണ് പേഴ്സണൽ ആയിട്ട് അവിടെ കമന്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഉപയോഗാതിനകത്ത് തരാം. ഇതാണ് സാമാന്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇന്ന് പുതിയ മോഡ്യൂള് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ മോഡ്യൂളുകളിൽ നമുക്ക് നേരത്തെ താരതമ്യേന എളുപ്പമുള്ള ഏരിയയാണ്. അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ആൾറെഡി അതിന്റെ ഒരു ഏരിയ ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് യൂണിറ്റിലെ മുഴുവൻ മെറ്റീരിയലും അതിന്റെ പരീക്ഷ ഒന്ന് രാത്രി ഇടുന്നുണ്ട്. അതിലെ മോഡൽ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു മോഡ്യൂൾ എന്ന് പറയുന്നത് സാഹിത്യ സിദ്ധാന്തങ്ങളിലെ ഏറ്റവും ബേസിക് ആയ അതിന്റെ ഒരു ഭാരതീയ കാവ്യ ശാസ്ത്രത്തിന്റെ ഒരു ചരിത്രവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിശിക്ഷ എന്ന് പറയുന്ന കവിത എന്താണ്, കവി എന്താണ്, കാവ്യഹേതു എന്താണ്, കാവ്യ പ്രയോജനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മെറ്റീരിയലും രീതിയും അതുപോലെ തന്നെ ഗുണവും ഇതിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ മെറ്റീരിയൽ 2-3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ പിറകെ വരും. ഈ ഒരാഴ്ച നമുക്ക് താരതമ്യേന ഒന്ന് ഫ്രീ ആയ ഒരാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കോഴ്സിനൊപ്പം എത്തിയിട്ടില്ല. ഈ ആഴ്ചയോടുകൂടെ എല്ലാവരും കൃത്യമായിട്ട് എത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫേസിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. സമയമായി. ഓക്കെ, മാഷയുടെ സംശയം ഏതൊക്കെ പുസ്തകങ്ങളെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരുമോ? കുറെ സാഹിത്യ ചരിത്രമുണ്ട്. സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നത് പഴയ സാഹിത്യ ചരിത്രങ്ങൾ വേണ്ട, കുറെ കൂടെ പുതിയ സാഹിത്യ ചരിത്രങ്ങളായിരിക്കും പൊതുവെ നല്ലത്. അപ്പൊ അതിനകത്ത് തന്നെ ഈ ആധുനിക സാഹിത്യ ചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെ അതിന് തന്നെ പുതിയ റിവൈസ് ചെയ്ത എഡീഷൻ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്ന സാധനമാണ്. കുറച്ചുകൂടെ വലിയ സംഗതിയാണ്. അതിനേക്കാൾ നല്ല നിങ്ങൾക്ക് ഈ ജോണറുകൾ വെച്ചുകൊണ്ട് ഉദാഹരണമായിട്ട് ചെറുകഥാ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എം. ബഷീർ എഴുതിയ 2 വലിയ
പുസ്തകമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറുകഥ ഇന്നലെ എന്നുള്ള പുസ്തകമുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട സാഹിത്യ ചരിത്രങ്ങളെ കവിതാ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന അങ്ങനെയുള്ള സാഹിത്യ ചരിത്രങ്ങൾ എടുക്കുന്ന കുറെ സഹായിക്കും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. കഴിയുന്നത്ര ഒരു പ്രത്യേക സാഹിത്യ ചരിത്രത്തെ മാത്രം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ തയ്യാറാക്കുന്ന നിങ്ങൾക്ക് സാഹിത്യ ചരിത്രം ഉണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന മെറ്റീരിയൽസ് ഏതാണ്ട് എല്ലാ സാഹിത്യ ചരിത്രങ്ങളെയും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളെയും എന്താ പറയുക കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ പൊതുവേ നമ്മൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകളിലും നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സാഹിത്യ ചരിത്രത്തെ മാത്രമല്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു സാഹിത്യ ചരിത്രം ഉപയോഗിക്കുക, അതിനെ ബേസ് ചെയ്ത് പഠിക്കണമെന്ന് ഇല്ല. അങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ഏരിയ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ക്രോസ് റെഫറൻസുകളാണ് ആവശ്യം. ഒരു പ്രത്യേക ഏരിയയിൽ പല പല ആളുകൾ എന്ത് പറഞ്ഞെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. അല്ലെങ്കിൽ സാഹിത്യ ചരിത്രത്തെ ഒരു ജീനിയോളജി വെച്ചുകൊണ്ടോ അതിന്റെ ഒരു ലീനിയറായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാഹിത്യ ചരിത്രം പഠിക്കുന്നത് നടക്കും, പക്ഷെ നമ്മുടെ പഠനം നടക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ 10% ഏരിയ മാത്രം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് സാഹിത്യ ചരിത്രത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ പോയിന്റ് ഫോമുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ, വസ്തുതകൾ, അഭിപ്രായ ഭേദങ്ങൾ, ഈ രീതിയിലേക്ക് ചില കമന്റുകൾ, കമന്റുകൾ ഉണ്ടാവാം, അവര് എടുക്കുന്ന നിലപാടുകൾ ഉണ്ടാവാം, അതോടൊപ്പം തന്നെ അതിലെ വസ്തുതകൾ ഉണ്ടാവും. ഇതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സാഹിത്യ ചരിത്രങ്ങളിൽ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. സാഹിത്യ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും സാഹിത്യ ചരിത്രം മുഴുവൻ പകർത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചില കാര്യങ്ങളിൽ അവർ ചില ക്രിട്ടിക്കൽ കമന്റുകൾ നടത്തിയിട്ടുണ്ടാവും. അതാണ് ഞാൻ ഈ പറഞ്ഞ കമന്റുകൾ എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ ചില വസ്തുതകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. പിന്നെ ചില കാര്യങ്ങൾ, ചില നിലപാടുകൾ, പിന്നെ കൊല്ലവർഷമാണോ മറ്റേ കൊല്ലവർഷമാണോ തുടങ്ങിയ എഴുത്തുകാർ ഇങ്ങനെ ചില നിലപാടുകൾ അവരെടുത്തിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. എന്നിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് ചേർക്കുക. എപ്പോഴും നിങ്ങൾ ഈ പറയുന്ന കൃതിയെ കേന്ദ്രീകരിച്ച്, എഴുത്തുകാരെ കേന്ദ്രീകരിച്ച് അങ്ങനെ കേന്ദ്രീകരിച്ചെടുക്കുക. സാഹിത്യ ചരിത്രത്തിൽ ഇങ്ങോട്ട് വായിക്കുന്ന രീതി വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്രങ്ങൾ അതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്യാവുന്ന സാഹിത്യ ചരിത്രങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന ഈ സമ്പൂർണ്ണ സാഹിത്യ ചരിത്രമായാലും, അല്ലെങ്കിൽ എൻ കൃഷ്ണപിള്ളയുടെ ഭയങ്കര ലിറ്ററേച്ചറൊക്കെ കൂടുതലായി നിൽക്കുന്ന ഇതാണ്. രാവിലെ സാഹിത്യ ചരിത്രത്തിന് പ്രശ്നങ്ങളുണ്ട്. പി കെ പരമേശ്വരൻ നായരുടെ സാഹിത്യ ചരിത്രം വളരെ പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്രമാണ്. ചുമ്മാറിന്റെ 2 സാഹിത്യ ചരിത്രങ്ങൾ, ഇതിനൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഈ സാഹിത്യ ചരിത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഗദ്യ സാഹിത്യത്തിന് ഏറ്റവും നല്ലത് ചുമ്മാറിന്റെ പുസ്തകം നോക്കിയാണ്. അങ്ങനെയുള്ള സാഹിത്യ ചരിത്രങ്ങളാണ്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാഹിത്യ ചരിത്രം പറയുന്നത് പറയേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ളൂർ സാഹിത്യ ചരിത്രമൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. പല സാഹിത്യ ചരിത്രങ്ങളും, കൈരളിയുടെ കഥ ഓൺലൈനായിട്ട് ലഭ്യമാണ്. അങ്ങനെ ഓൺലൈനായിട്ട് ലഭ്യമാകുന്ന സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കൂടെ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ.